നമസ്കാരം. ന്യൂസ് ആൻഡ് ന്യൂസിലേക്ക്. ദില്ലിയിലെ ജനാധിപത്യ കുരുതിക്ക് 8ാം ദിവസവും യാതൊരു രീതിയിലുള്ള പോംവഴിയും ഉണ്ടായിട്ടില്ല. മൗനം തുടർന്ന് കേന്ദ്ര സർക്കാരും ലഫ്റ്റനന്റ് ഗവർണറും, അതേസമയം കോൺഗ്രസും അതേ ദിശയിൽ. ദില്ലി വിഷയത്തിൽ കേന്ദ്രത്തിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും പാർട്ടി അംഗങ്ങളും രംഗത്തെത്തിയിട്ടും കുറ്റകരമായ മൗനം തുടരുകയാണ് നരേന്ദ്രമോദി. NDAയുടെ പ്രധാന സഖ്യകക്ഷിയായ JDUവും കെജ്രിവാളിന് പിന്തുണ അറിയിച്ച് ഇന്ന് രംഗത്തെത്തി. അണിയറയിലെ ഈ ചൂതാട്ടം ജനാധിപത്യത്തെ എവിടെ എത്തിക്കുമെന്ന് രാഷ്ട്രീയ വൈരം മറന്ന് പ്രതിപക്ഷ കക്ഷികൾ ചോദിക്കുമ്പോൾ BJPക്ക് പരോക്ഷ പിന്തുണ എന്ന വണ്ണം രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാട് ആത്മഹത്യാപരമാണ്. ഈ നിമിഷം അത്രയും ജനാധിപത്യ കുരുതിയെ അപലപിക്കാതെ രാഷ്ട്രീയ പകപോക്കൽ തുടരുകയാണോ കോൺഗ്രസ്? അതേസമയം കെജ്രിവാളിന്റെ സമരത്തെ വിമർശിച്ച് ഹൈക്കോടതിയും രംഗത്ത് വന്നു. ആരുടെയെങ്കിലും ഓഫീസിലോ വീട്ടിലോ കയറി ചെന്ന് സമരം ചെയ്യാൻ അധികാരം എന്ന കോടതിയുടെ ചോദ്യം ജനാധിപത്യ വിശ്വാസികളുടെ യുക്തിബോധത്തിന് വിടുകയാണ്. ഇന്ദ്രപ്രസ്ഥം അരക്കില്ലമായി മാറുമ്പോൾ ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നു ജനാധിപത്യ ഇന്ത്യയുടെ ദുരന്തപർവ്വം. ചർച്ചയിലേക്ക് വരുമ്പോൾ ആദ്യം ശ്രീ അജിത് ലോറൻസിലേക്ക്. ശ്രീ അജിത് ലോറൻസ്, മാധ്യമപ്രവർത്തകൻ. ശ്രീ അജിത് ലോറൻസ്, ദില്ലി സംഭവങ്ങളെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കാരണം ഇന്ന് കോടതി വിധി കൂടി വരുമ്പോൾ ജനാധിപത്യപരമായും ഉത്തരവാദിത്വത്തോടുകൂടി ഇടപെടേണ്ട കേന്ദ്ര സർക്കാരുണ്ട്, അവിടെ ലഫ്റ്റനന്റ് ഗവർണർ. 8ാം ദിവസമാണ് ഇങ്ങനെയൊരു സ്ഥിതി. മാധ്യമപ്രവർത്തകരടക്കം വളരെ ഗൗരവത്തോടുകൂടി ഈ വിഷയം കൈകാര്യം ചെയ്യുന്നു, ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ. അപ്പോഴും കുറ്റകരമായ മൗനം തുടരുകയാണോ കേന്ദ്ര സർക്കാർ? പ്രതീക്ഷ, ഇത് കാണേണ്ടത് കഴിഞ്ഞ 4 വർഷമായിട്ടുള്ള ഈ NDA ഗവൺമെന്റിന്റെ വന്നതിന് ശേഷം ഉണ്ടായിരിക്കുന്നത് ജനാധിപത്യത്തെ ഹനിക്കുന്ന രീതിയിലേക്ക് ഭരണഘടനാ സ്ഥാപനങ്ങളെല്ലാം തന്നെ കേന്ദ്ര സർക്കാരിന് വേണ്ടി അവർക്ക് അനുകൂലിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകൾ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഡിക്റ്റേറ്റ് ചെയ്യുന്നതെല്ലാം അതുപോലെ നടപ്പിലാക്കപ്പെടണം എന്ന് നിർബന്ധം പിടിക്കുന്ന ഭരണഘടനാ സ്ഥാപനങ്ങളാണ് ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ഈ അവസ്ഥ ഇത് ഒരു പെട്ടെന്ന് ഇപ്പോൾ ദില്ലി സംസ്ഥാനത്തെ സർക്കാരിന് മാത്രം ബാധിച്ചതല്ല. ഇത് കഴിഞ്ഞ 4 വർഷമായിട്ട് ഇന്ത്യയിലെ ജനം മൊത്തത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇത് ജനാധിപത്യ ദംശനമാണ്. ജനാധിപത്യത്തിന് ഫെഡറലിസം എന്ന് പറയുന്ന സാധനം ജനാധിപത്യത്തിൽ ഏറ്റവും വലിയ അതിശക്തമായ ഒരു ടൂളാണ്. അതായത് സംസ്ഥാനങ്ങൾ ഭരിക്കുവാനുള്ള ഫെഡറലിസത്തിൽ അതായത് സംസ്ഥാനം ഭരിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിന് അബ്സല്യൂട്ടായിട്ട് പൂർണ്ണമായും തകർക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ ലഫ്റ്റനന്റ് ഗവർണറിന് വേണ്ടി ഈവൻ കോടതി പോലും, ഹൈക്കോടതി പോലും, അതാ ഞാൻ നേരത്തെ പറഞ്ഞ ഭരണഘടനാ സ്ഥാപനങ്ങൾ പോലും കേന്ദ്ര സർക്കാരിൻ്റെ മനസ്സിലിരിപ്പനുസരിച്ച് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ജനാധിപത്യം നഷ്ടപ്പെട്ടു എന്ന് തന്നെ ചിന്തിക്കണം. ജനാധിപത്യം അപകടത്തിലായി കഴിഞ്ഞു. ജനങ്ങൾ എല്ലാം തന്നെ പ്രസിഡൻഷ്യൽ റൂളിന് കീഴിലാണെന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതീവ ഗുരുതരമായ അവസ്ഥ തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. തീർച്ചയായും ഞാൻ മടങ്ങിയെത്താം. ഇപ്പോൾ പ്രകാശം മാസ്റ്റർ കൂടി CPM നേതാവ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ പ്രകാശം മാസ്റ്റർ, അതായത് അങ്ങ് സ്റ്റുഡിയോയിലാണെന്നറിയാം കണ്ണൂരിൽ. താങ്കളിലേക്ക് തത്സമയം എത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ശ്രീ പ്രകാശം മാസ്റ്റർ ടെലിഫോൺ ലൈനിലുണ്ടല്ലോ താങ്കൾ? ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ പ്രകാശം മാസ്റ്റർ, അതായത് ദില്ലി സംഭവത്തിൽ ഇതിനെ 2 ദിശയിലൂടെ കാണണം. ഒന്ന്, അവിടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സർക്കാരിന് അവിടെ പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം, അതിനുവേണ്ടി ഗവർണറുടെ കാൽ കീഴിൽ വന്ന് യാചിക്കുന്ന സാഹചര്യം. ഇന്ന് 8ാം ദിനമായി. ആ 8ാം ദിവസത്തിൽ അവിടെ കുറ്റകരമായ മൗനം തുടരുന്ന ഗവർണർക്ക് ചൂട്ടുപിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ. അതേ ദിശയിൽ വായിച്ചെടുക്കേണ്ടത് കോൺഗ്രസിന്റെ നിലപാട് കൂടി. എങ്ങനെയാണ് അങ്ങ് ഇതിലെ ഒരു രാഷ്ട്രീയ യുക്തിയെ വായിച്ചെടുക്കുന്നത്? നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരു സന്ദർഭത്തിലും ഉണ്ടായിട്ടില്ലാത്ത നിലപാടാണ് ഡൽഹിയിലുള്ള ലഫ്റ്റനന്റ് ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി മാസം 19 ശേഷം ഇങ്ങോട്ട് നാളേക്ക് 4 മാസക്കാലം പൂർത്തീകരിക്കുന്ന ഭരണസ്തംഭനം യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടാവുകയാണ്. രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരു സന്ദർഭത്തിലും കേട്ടിട്ടില്ലാത്ത രൂപത്തിൽ മുഖ്യമന്ത്രി കാണണം എന്നാവശ്യപ്പെട്ടാൽ ലഫ്റ്റനന്റ് ഗവർണർ അദ്ദേഹത്തെ കാണാൻ കൂട്ടാക്കുന്നില്ല. അദ്ദേഹം വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല. അദ്ദേഹം നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കാൻ സന്നദ്ധമാവുന്നില്ല. ഗവൺമെന്റ് മുന്നോട്ടേക്ക് വെക്കുന്ന ഒരു നിയമവും അംഗീകരിക്കാനോ ഒപ്പിടാനോ ഗവർണർ സന്നദ്ധമാവുന്നില്ല. എന്ന് മാത്രമല്ല, തികച്ചും ജനാധിപത്യ വിരുദ്ധമായി അവിടെ IASകാർ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തെ എല്ലാ നിലക്കും സഹായിക്കുന്ന നിലപാടാണ് ലഫ്റ്റനന്റ് ഗവർണർ അവിടെ സ്വീകരിക്കുന്നത്.
എന്ന് മാത്രമല്ല കിട്ടിയിടത്തോളം വിവരങ്ങൾ വെച്ചുകൊണ്ട് പരിശോധിക്കുമ്പോൾ അവിടെ സമരം പിൻവലിക്കാൻ IASകാർ സന്നദ്ധമായാൽ പോലും അത് അനുവദിക്കില്ല എന്നുള്ള നിലപാട്. സമരം പിൻവലിക്കാൻ സന്നദ്ധമായിട്ടുള്ള ആളുകളെ പിൻവലിക്കാൻ അനുവദിക്കാതിരിക്കുന്ന ഒരു നിലപാട് പോലും ഗവർണർ സ്വീകരിക്കുകയാണ്. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള 4 മുഖ്യമന്ത്രിമാർ ഈ വിഷയം സംബന്ധിച്ച് സംസാരിക്കാൻ ലഫ്റ്റനന്റ് ഗവർണറെ കാണണം എന്ന് ആവശ്യപ്പെട്ടിട്ട് അവരെ കാണാൻ കൂട്ടാക്കാത്ത നിലപാടാണ് ലഫ്റ്റനന്റ് ഗവർണർ സ്വീകരിച്ചിട്ടുള്ളത്. ഡൽഹി നമ്മുടെ തലസ്ഥാനത്ത് അതിഗുരുതരമായ ഭരണസമരം, വെള്ളത്തിന്റെ, വെളിച്ചത്തിന്റെ, അതുപോലെ മറ്റ് ഭരണകാര്യങ്ങളിലെല്ലാം തന്നെ സ്തംഭനാവസ്ഥ ഉണ്ടായിട്ട് ഇതുവരെ ഈ കാര്യത്തിൽ ഇടപെടുന്നതിന് വേണ്ടി നരേന്ദ്രമോദി ഗവൺമെന്റ് സന്നദ്ധമായിട്ടില്ല. അതായത് കേന്ദ്രത്തിലെ കാര്യത്തിൽ ശ്രീ പ്രകാശ് മാസ്റ്റർ, ഞാൻ മടങ്ങിയെത്താം. ശ്രീ ശിവശങ്കരൻ, BJP നേതാവ്, ശ്രീ ശിവശങ്കരൻ, അതായത് ഇവിടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ, കേന്ദ്രത്തിലെ ഏറ്റവും സ്വാധീനമുള്ള മേഖല, സംസ്ഥാനം, ഇങ്ങനെയൊക്കെ ഇരിക്കെ ഇവിടെ കേന്ദ്രത്തിനൊരു ബാധ്യതയുണ്ടല്ലോ ശ്രീ ശിവശങ്കരൻ. അതായത് അങ്ങനെ ഇടപെടാനുള്ള ഒരു സാഹചര്യമുണ്ടെങ്കിൽ ആ നിലയ്ക്ക് എന്തെങ്കിലും ഒരു പ്രതികരണം ഉണ്ടാകണം. അതൊന്നുമില്ലാതെ 8ാം ദിനത്തിലാണ് ഇങ്ങനെ ജനാധിപത്യത്തിന് വേണ്ടിയുള്ള ഈ യാചന. അപ്പോൾ ഇതിനൊരു രാഷ്ട്രീയ യുക്തിയോടുകൂടി സമീപിക്കാതെ മറ്റെന്തെല്ലാം മാർഗങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെയൊക്കെ കാണാതെ ഒരു കുറ്റകരമായ മൗനം നരേന്ദ്രമോദി തുടരുന്നുണ്ടെങ്കിൽ അവിടെ രാഷ്ട്രീയ ലക്ഷ്യമാണ്, അവിടെ വൈരനിരാധന ബുദ്ധിയോടുകൂടി ഇടപെടുന്നു. ഈ ആരോപണങ്ങളെ അങ്ങ് എങ്ങനെ കാണുന്നു ശ്രീ ശിവശങ്കരൻ? നോക്കൂ, ഈ വിഷയത്തിൽ പ്രകാശൻ മാസ്റ്റർ അടക്കം എനിക്ക് തോന്നുന്നത് കാര്യത്തെ വേണ്ട രീതിയിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും പൂർണ്ണതയായ സത്യത്തിലേക്ക് അവരെത്തിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഞാനത് കുറച്ചുകൂടി നല്ല ഭാഷയിൽ പറയാൻ ഞാൻ ശ്രമിക്കാം. ആദ്യം, ഇത് ഫെബ്രുവരി 23-ാം തീയതി അർദ്ധരാത്രി 12 മണിക്ക് നമുക്കെല്ലാവർക്കും അറിയാം, അവിടുത്തെ ഒരു അൻഷു പ്രകാശ് എന്ന് പറയുന്ന ചീഫ് സെക്രട്ടറിയെ ഇദ്ദേഹം 12 മണിക്ക് 10 മണിക്കാണ് മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞ് കേജ്രിവാളിൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും 12 മണിക്ക് അവിടെ ചെല്ലുമ്പോൾ മറ്റ് 7-8 MLA-മാരുടെ നേതൃത്വത്തിൽ മറ്റ് IASകാർ ആരും ഇല്ലാതിരിക്കെ അവിടെ അദ്ദേഹത്തിൻ്റെ അഡ്വൈസറായിട്ടുള്ള VK ജെയിൻ മാത്രമായിരുന്നു ഒരു രാഷ്ട്രീയ ഇതര വ്യക്തി. അവിടെ വെച്ച് ഏകപക്ഷീയമായി മർദ്ദിക്കുകയും ഏറ്റവും മോശമായ മ്ലേച്ഛമായ ഭാഷ ഉപയോഗിക്കുകയും ചെയ്തു എന്നതാണ് ആ ഡൽഹിയിലെ ക്യാബിനറ്റ് സെക്രട്ടറിയുടെ കംപ്ലൈൻറ്റ്. ഇത് മറച്ചു വെച്ചുകൊണ്ട് അവിടെ MLA-മാര് നിരന്തരമായി അവിടുത്തെ അങ്ങനെ ഒരു കയ്യേറ്റമുണ്ടായാൽ ആ സംസ്ഥാനം മുഴുവൻ സ്തംഭിക്കണം. ആ സംസ്ഥാനം ഒരു പക്ഷേ ആ നിലയിലേക്ക് പോകണം. അവിടുത്തെ IASകാർ ഒരു പ്രതിഷേധ സമരത്തിലേക്ക് പോയി ഭരണസ്തംഭനം ഉണ്ടാക്കണം. അവിടെ കേന്ദ്രത്തിന് ഒരു റോളുമില്ല. ഇതാണോ തുടരേണ്ട നയം? ഒരു കയ്യേറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു മിനിറ്റ്, അല്ല എൻ്റെ ഭാഗം ഒന്ന് പൂർണ്ണമായിട്ട് കേൾക്കൂ അങ്ങ്. അപ്പോൾ അവിടെ അങ്ങനെ ഏറ്റവും IASലെ ഏറ്റവും വലിയ ഒരു ഉന്നത സ്ഥാനത്തിൽപ്പെട്ട ഒരാളെ നാം ഇങ്ങനെ നിരന്തരമായി അധിക്ഷേപിക്കുകയും കയ്യേറ്റം ചെയ്യുമ്പോൾ കാണാതിരിക്കുന്നു എന്നുള്ള സ്വഭാവം അത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ ഒരു ചാനലിലോ ഒരു ജനാധിപത്യ മര്യാദയ്ക്കോ ചേർന്നതല്ല. 1. 2, അവിടെ ആകെ പറഞ്ഞിട്ടുള്ളത് ഏകപക്ഷീയമായി MLA-മാരോ മന്ത്രിമാരോ വിളിക്കുമ്പോൾ തങ്ങൾ ഒറ്റയ്ക്ക് രാത്രി ചെല്ലില്ലെന്നും, ഞങ്ങൾ അവിടെ അല്ലാണ്ട് IASകാർ അവിടെ ഒരു തരത്തിലുള്ള നിയന്ത്രിതമായ നടപടിയിലേക്കോ അല്ലെങ്കിൽ സമരപരിപാടിയിലേക്കോ അവർ പോയിട്ടില്ല എന്ന് 2 പ്രാവശ്യം അവർ പ്രഖ്യാപിക്കുന്നു. 3, വർഷ എന്നുള്ള ഒരു IASകാരിയെ, അതും വനിതാ IASകാരിയെ ഇവിടെ ഇതേപോലെ തന്നെ വീണ്ടും മാരകമായ രീതിയിൽ ആക്രമിക്കപ്പെടുന്നു എന്നുള്ള വസ്തുതയും കൂടെ നാം കാണണം. അപ്പോൾ IASകാർ നടത്തുന്ന ഇത്തരത്തിലുള്ള പ്രതിഷേധം, ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ കേരളത്തിൽ അദ്ദേഹത്തിന് ജേക്കബ് ജോർജിനോട് ചില എതിർപ്പുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ വിളിച്ചു നിർത്തിയിട്ട് CPM-കാർ കൂടി മർദ്ദിക്കുകയാണോ ചെയ്തത്, അല്ലെങ്കിൽ ക്യാബിനറ്റ് കമ്മിറ്റിയിൽ മർദ്ദിക്കുകയാണോ ചെയ്തത്? അപ്പോൾ ഒരു ജനാധിപത്യ രീതിയിൽ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇത്തരത്തിലുള്ള കേന്ദ്രത്തിലേക്ക് വരാൻ ഞാൻ 1 മിനിറ്റ് ചരിത്രം. അപ്പൊ അല്ല ഞാൻ പറയട്ടെ. അപ്പൊ കേരളത്തിലായാലും മറ്റൊരിടത്തായാലും ഇവിടെ ഒരു നാം മനസ്സിലാക്കേണ്ടത്, ജനാധിപത്യ വിശ്വാസത്തിൽ IASകാരായാലും സിവിൽ സർവീസുകാരിലെ ഏത് വിഭാഗമായാലും ഇത് ശരിക്കും പറഞ്ഞാൽ ജനാധിപത്യത്തിന്റെ ചട്ടക്കൂടാണ്. ദേ ആർ ദ സ്റ്റീൽ ഫ്രെയിം. ഇൻഫാക്ട് അതാണ് പട്ടേൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ശക്തമായ ഭരണകൂടം നടത്തുമ്പോൾ വെറും ബ്യൂറോക്രാസിയെ നിയന്ത്രിച്ച് നിർത്തുവാൻ കായികമായി നേരിടുന്ന നടപടിയെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്ക് നേരത്തെ ഇവിടെ ഒരു MP-യും അല്ലെങ്കിൽ ഇവിടെ കേജ്രിവാളിനെതിരെ എനിക്ക് ബഹുമാനപ്പെട്ട സുബ്രഹ്മണ്യ സ്വാമി പറഞ്ഞ ഇത് ഒരു അർബൻ മാവോ അല്ലെങ്കിൽ അർബൻ മാവോയിസ്റ്റ് എന്നുള്ള പ്രയോഗം തന്നെ എനിക്ക് കേജ്രിവാളിനെതിരെ ഉപയോഗിക്കേണ്ടി
കൊടുക്കേണ്ടി വരും. കാരണം ഇവര് ഇത്തരത്തിലുള്ള ബ്യൂറോക്രസിയെ, അഴിമതിയെ മറച്ചു വെക്കുവാനും തങ്ങളുടെ ഭരണസ്തംഭനം മാറ്റിവെക്കുവാനും ജനങ്ങളുടെ അവർ മുന്നിൽ വെച്ചിരുന്ന വലിയ അവകാശവാദങ്ങൾ നടപ്പാക്കാത്തപ്പോൾ ഇവിടുത്തെ അർബൻ കമ്മ്യൂണിസം അല്ലെങ്കിൽ അർബൻ മാവോയിസം, നക്സലിസം, ഈ നക്സലിസിന്റെ മറ്റൊരു സ്വഭാവമാണ് ബ്യൂറോക്രസി ആയാലും ജനാധിപത്യത്തെ ആയാലും അല്ലെങ്കിൽ കോടതിയായാലും മറിച്ചിട്ടുകൊണ്ട് അതിനെ ആക്രമിച്ച് കീഴടക്കിക്കൊണ്ട് തങ്ങളുടെ നയം നടപ്പിലാക്കാവുന്നത്. ഇത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല. ഇത്തരത്തിലുള്ള നടപടിയാണ് നാം എടുക്കേണ്ടത്. അല്ലാണ്ട് IAS-കാരുടെ അവകാശത്തെ കേന്ദ്ര സർക്കാരിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ആം ആദ്മി നേതാവ് ശ്രീമതി സൂസൻ ജോർജ് നമ്മോടൊപ്പം ചേരുന്നു. സൂസൻ ജോർജ്, അതായത് ഇവർ ഇന്നലെ മുതൽ, കഴിഞ്ഞ ആഴ്ച മുതൽ നിങ്ങളുടെ നയം സംബന്ധിച്ച് ഇതാണ് പ്രശ്നമായി ഉയർത്തിക്കാട്ടുന്നത്. അതായത് നിങ്ങൾ ചില കായികമായ രീതിയിൽ ധാർഷ്ട്യത്തോടു കൂടി ബ്യൂറോക്രാറ്റ്സിന് നേരെ, അവിടുത്തെ ഉദ്യോഗസ്ഥ വൃന്ദത്തിന് നേരെ ഇടപെടൽ നടത്തുന്നു. ഭരണകർത്താക്കൾക്കെതിരെ ഉത്തരവാദിത്തപ്പെട്ട ചീഫ് സെക്രട്ടറി ആക്രമിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മറച്ചു വെക്കാൻ അവിടെ പലതുമുണ്ട്. അതിനുള്ള ചില കാരണങ്ങൾ മാത്രമാണ്. ഈ സമരം പോലും ഇന്ന് കോടതി ആ നിലയ്ക്കുള്ള ചോദ്യം ചെയ്യൽ വരുമ്പോൾ അതിൻ്റെ രീതി പോലും നിങ്ങൾക്ക് പുലർത്താൻ കഴിഞ്ഞിട്ടില്ല, നീതിയോടുകൂടി ഇടപെടാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ആരോപണമുണ്ടോ സൂസന? അടിസ്ഥാനമുണ്ടോ അതിന്? ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, സിവിൽ സർവൻസ് അല്ലെങ്കിൽ IAS ഓഫീസേഴ്സ് എന്ന് പറയുന്ന നമ്മളുടെ ബ്യൂറോക്രാറ്റ്സ്, അവരുടെ ജോലി 24 മണിക്കൂറാണ്. 24 മണിക്കൂറാണ്. ഈവൻ കോഡ് ഓഫ് കണ്ടക്ട് പറയുന്നതാണ്. 24 മണിക്കൂർ അവർ ജോലി ചെയ്ത് ഏത് സമയത്തും ജനത്തിന് വേണ്ടിയിട്ട് പ്രതിജ്ഞ എടുത്ത ആളുകൾ തന്നെയാണ് അവര്. അവർക്ക് അത്രമാത്രം റെസ്പോൺസിബിൾ ആണ് അവര്. അവർക്ക് അവിടുത്തെ ഭരണം, അവിടുത്തെ സർക്കാർ ഏത് സമയത്തും വിളിക്കുകയാണെന്ന രീതിയിൽ അവിടെ എത്തുക എന്നുള്ളത് അവരുടെ ഒരു ബേസിക് റെസ്പോൺസിബിലിറ്റിയാണ്. അവിടെ വയലേഷൻ ഉണ്ടായി. അവിടെയാണ് അവരാണ് ഒരു പക്ഷേ ആ വയലേഷനിലേക്ക് പോയത്. 12 മണിക്ക് വിളിച്ച് തല്ലുന്നതാണോ ജനാധിപത്യം? സർ, അതെല്ലാം കോർട്ടിൽ കിടക്കുകയല്ലേ. അവിടെ നടപടി ഉണ്ടായിട്ടുണ്ട്. അതായത് ശ്രീ ശിവശങ്കർ, അതായത് ഇനി നിങ്ങൾ അതിലേക്ക് പിടിച്ച് തൂങ്ങുന്നതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ? ഞാനൊന്ന് മടങ്ങിയെത്ത ശ്രീ പ്രകാശം മാസ്റ്റർ, താങ്കൾ കേൾക്കുന്നുണ്ടല്ലോ? അതായത് അവിടെ ഇപ്പോഴും ശ്രീ ശിവശങ്കറിനെ പോലെയുള്ള BJP-യുടെ മുതിർന്ന നേതാക്കൾ പറയുന്ന ഒരു കാര്യമുണ്ട്. കാരണം ഇതാണ്, ഞങ്ങൾ അതായത് അവിടുത്തെ ഉദ്യോഗസ്ഥർ രാത്രി ചെല്ലുമ്പോൾ അവരെ കുത്തിനി പിടിക്കുന്നു, അടിക്കുന്നു. ഇതൊരു കാരണമായി, ഇതൊരു ഉപാധിയായി വെച്ചുകൊണ്ട് സംസ്ഥാനമാകെയും ഒരു ഭരണസ്തംഭനത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം. അപ്പോൾ അതിനെ മറയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ ന്യായീകരിക്കാൻ ഇതൊരു ഉപാധിയാകുന്നുണ്ടോ ശ്രീ പ്രകാശം മാസ്റ്റർ? ചീഫ് സെക്രട്ടറിയെ ആക്രമിച്ചതിനെ ആരും ന്യായീകരിക്കുന്നില്ല. അവിടെയുള്ള മുഖ്യമന്ത്രി കെജ്രിവാൾ തന്നെ പരസ്യമായിട്ട് ഈ കേസിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് തങ്ങൾ അനുകൂലമാണ് എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. MLA-മാർക്കെതിരായിട്ട് കേസെടുത്തിട്ടുണ്ട്. 2 MLA-മാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ ഒരു അന്യായമായ സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ അന്യായത്തോട് അതിന്റെ 100 ഇരട്ടി 100 മടങ്ങ് അന്യായം പ്രവർത്തിച്ചുകൊണ്ടാണോ എക്സിക്യൂട്ടീവ് പ്രതികരിക്കേണ്ടത്? ഇവിടെ ഭരണം കഴിഞ്ഞ 4 മാസക്കാലമായി സ്തംഭിപ്പിക്കാൻ ഇവിടെ BJP നേതാവ് പറഞ്ഞിരിക്കുന്ന വസ്തുതയല്ല. വീടുകളിലാകെ തന്നെ റേഷൻ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള മന്ത്രിസഭാ തീരുമാനത്തിന് ഫയലിൽ പോലും ഒപ്പിടുന്നതിന് വേണ്ടിയിട്ട് സന്നദ്ധമാവുന്നില്ല. അവിടെ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് എക്സിക്യൂട്ടീവ് ഹെഡായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി കഴിയുന്നത് പൂർണ്ണ സംസ്ഥാന പദവി ഡൽഹിക്കില്ല എന്നുള്ളതുകൊണ്ട് ലഫ്റ്റനന്റ് ഗവർണറാണ്. ലഫ്റ്റനന്റ് ഗവർണർ ആവട്ടെ അതിലൊന്നും തന്നെ യാതൊരു കാര്യവും ചെയ്യാൻ സന്നദ്ധമാവുന്നില്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടി തീരുമാനത്തെയും ഇടപെടലിനെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ഭരണസമരം ഉണ്ടാക്കാൻ ലഫ്റ്റനന്റ് ഗവർണർ ഇടപെടുന്നത് എന്നതാണ് വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത. ഇത് ഡൽഹിയിൽ മാത്രമല്ല, ഇപ്പൊ കർണാടകത്തിൽ എങ്ങനെയാണ് BJP-യുടെ രാഷ്ട്രീയ ചട്ടുകമായിട്ട് അവിടെയുള്ള ഗവർണർ പ്രവർത്തിച്ചത് എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. BJP നേതാക്കന്മാരെ പല സംസ്ഥാനങ്ങളിലും ഗവർണർമാരായി നിർത്തി ജനാധിപത്യത്തിന് അടിവേരറുക്കുന്ന നിലപാടാണ് ഇന്ത്യ രാജ്യത്ത് BJP-യുടെ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് ഡൽഹിയിൽ അവർ ആവർത്തിക്കുന്നത്. ഇത്ര ഗുരുതരമായ നിലയിലുള്ള ഇന്ത്യയുടെ ഫെഡറലിസത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ ഉത്തരവാദിത്ത ബോധമുള്ള പ്രതിപക്ഷം എന്നുള്ള നിലക്ക് എന്താ കോൺഗ്രസ് ചെയ്യേണ്ടത്? അവർ ഇതിനെതിരായിട്ട് ശക്തമായ നിലക്ക് നിലപാട് സ്വീകരിക്കണം. അതിലേക്ക് വരികയാണ്, അതിലേക്ക് കൂടി വരികയാണ്. പ്രകാശം മാസ്റ്റർ തുടരുക. ശ്രീ അഡ്വക്കേറ്റ് BRM ഷഫീർ, കോൺഗ്രസ് നേതാവ്. ശ്രീ BRM ഷഫീർ, അതായത് നിങ്ങൾ
BJPക്ക് പരോക്ഷ പിന്തുണ നൽകുന്നു. ആ വ്യാഖ്യാനത്തിലേക്കാണ് പോകേണ്ടി വരുന്നത്. ദില്ലി രാഷ്ട്രീയം ചടുലമായ തലത്തിലേക്ക് പ്രതിഷേധങ്ങൾ വരുമ്പോൾ, രാജ്യത്താകമാനം പ്രതിഷേധങ്ങൾ അലയടിക്കുമ്പോൾ കോൺഗ്രസ് ഈ ഇരട്ടത്താപ്പ്, കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാട് ആത്മഹത്യാപരമല്ലേ ശ്രീ ഷഫീർ? അല്ല, ഇതിനകത്ത് നിങ്ങൾ CPM എടുക്കുന്നത് പോലെ ഒരു ഇട്ടാവട്ടത്തിനകത്തുള്ള രാഷ്ട്രീയത്തിന്റെ വിശാലകോണിലൂടെ അല്ല ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഞങ്ങളൊരു രാജ്യത്തെയാണ് കാണുന്നത്. ഡൽഹിയിലെ സംഭവ വികാസങ്ങൾ ഇത് ഒരു വലിയ തന്ത്രമല്ലേ? ഇത് ആം ആദ്മി പാർട്ടിയുടെ ഒരു ബഹുജന പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഹിഡൻ അജണ്ടയല്ലേ ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങളൊരു കാര്യം ആലോചിക്കൂ. പ്രകാശ് മാസ്റ്ററുടെ ഇരിപ്പുണ്ട്. പണ്ട് ബഹുമാനായ സഖാവ് EMS നമ്പൂതിരിപ്പാടിന്റെ കാലത്ത് ഒരു പ്രത്യയശാസ്ത്രം ഉണ്ടാക്കിയെടുത്തു. എങ്ങനെയെന്നറിയോ? നന്നായി ഭരിക്കാൻ ശ്രമിക്കുക, ഭരണം മോശമാകുമെന്ന് കണ്ടാൽ കേന്ദ്രത്തിനെതിരായി സമരം നടത്തിക്കൊണ്ട് ജനങ്ങളെ മുമ്പിൽ പുകമറ സൃഷ്ടിക്കുക. ആ സമീപനം എടുത്തിട്ടാണോ AAP എന്ന് പറയുന്ന ആപ്പുകൾ ഈ ഇന്ത്യയിൽ മുന്നോട്ട് പോകാൻ കഴിയുക? 1991 മദൻലാൽ ഖുറാന മുഖ്യമന്ത്രിയായത് മുതൽ ഏറ്റവും അവസാനം കെജ്രിവാൾ മുഖ്യമന്ത്രിയായത് വരെ എത്രയോ മുഖ്യമന്ത്രിമാരുണ്ടായി. നിരവധി ചർച്ചകൾ ഇതിനെ സംബന്ധിച്ചുണ്ടായി. 2016 ഡൽഹി ഹൈക്കോടതിയിൽ ഇത് എങ്ങനെ കൃത്യമായിട്ട് നിർവചിക്കണം, എവിടം വരെയാണ് മുഖ്യമന്ത്രിയുടെ ലിമിറ്റ്, ഗവർണറുടെ ലിമിറ്റ് എത്രയാണ്, കേന്ദ്ര സർക്കാരിന് ഏതുവരെയാകാം എന്നതിനെ സംബന്ധിച്ച് തർക്കമുണ്ട്. ആ തർക്കത്തെ സംബന്ധിച്ച് കൃത്യമായിട്ട് തന്നെ പറഞ്ഞു, അഡ്മിനിസ്ട്രേറ്റീവ് ഭാഗത്തിന്റെയും സുരക്ഷയുടെയും ഭൂമിയുടെയും വിഷയത്തിൽ ഗവർണർക്കാണ് പരമാധികാരമെന്ന് ഡൽഹി ഹൈക്കോടതിയുടെ വിധിയുണ്ട്. ആ വിധിക്കെതിരായി സുപ്രീം കോടതി കൊടുത്തിരിക്കുന്ന അപ്പീൽ ഇവിടെ കിടക്കുകയാണ്. അതിന്റെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇന്ന് ഹൈക്കോടതി പറഞ്ഞത്, നിങ്ങൾക്ക് ഒരു ഗവർണറുടെ വീട്ടിനകത്ത് അദ്ദേഹത്തിന്റെ ഓഫീസിനകത്ത് കയറി സോഫയ്ക്കകത്തുള്ള AC ഓൺ ചെയ്തുകൊണ്ട് സമരം നടത്താൻ നിങ്ങൾക്ക് ആരധികാരം തന്നു? ഇതാണോ സമരം? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിപ്പോൾ എല്ലാ കാര്യമായിട്ട് പറഞ്ഞല്ലോ വലിയ ജനാധിപത്യ ബോധം. ഞാൻ ചോദിക്കട്ടെ, സഖാവ് പിണറായി വിജയന്റെ ഭരണവൈകല്യത്തിനെതിരായി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വൈകല്യത്തിനെതിരായി ഏതെങ്കിലും BJPയുടെ MLA അല്ലെങ്കിൽ കോൺഗ്രസിന്റെ MLA പോയി സഖാവ് പിണറായിയുടെ ക്ലിഫ് ഹൗസിനകത്ത് കിടന്നുറങ്ങുന്ന വീട്ടിനകത്തോ സമര മാർഗത്തെയാണോ നിങ്ങൾ ആത്യന്തികമായി ഇവർ ഉന്നയിച്ചിരിക്കുന്ന വിഷയങ്ങൾ അല്ല, ഇവ വിഷയങ്ങളെല്ലാം അംഗീകരിക്കുന്നുണ്ടോ? വിഷയങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ നിങ്ങൾ? അതായത് ശ്രീ ഷഫീർ, അതായത് നിങ്ങൾ ഇവർ അവിടെ നിന്നും ഇറങ്ങി പുറത്തേക്ക് വന്നാൽ നിങ്ങൾ അംഗീകരിക്കുമോ സമരം? പ്രശ്നം അറിയോ? ഇയാളൊരു കൃത്യമായിട്ട് തന്നെ ഒരു RSS ഏജന്റാ. ഇയാളുടെ നിലപാടുകൾ നിങ്ങൾ എടുത്തു നോക്കൂ. 2012 മുതൽ ഞങ്ങൾ പറയുന്നതാണ്, ഇയാളും ഇയാളുടെ കൂടെ നിന്ന് ബാബ രാംദേവും ഇയാളുടെ കൂടെ നിന്ന് ഇപ്പൊ BJPയുടെ ലഫ്റ്റനന്റ് ഗവർണർ ആയിരിക്കുന്ന കിരൺ ബേദിയും ഇയാളുടെ കൂടെ നിന്ന് സമരം നയിച്ച നമ്മുടെ അണ്ണാ ഹസാരെയും ഉൾപ്പെടെയുള്ളവർ RSSന്റെ കൊള്ളൂത്തുകാരും RSSന്റെ ഏജന്റും കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടി ഇടപെടുന്നവരുമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോ അന്ന് ഞങ്ങളെ പുച്ഛിച്ചവരുണ്ട്. എന്നാൽ പഞ്ചാബിൽ ഇലക്ഷൻ നടന്നു, അവർ മതേതരത്വ വോട്ടുകളെ ഭിന്നിപ്പിക്കാൻ BJPയോടൊപ്പം നിന്നു. ഗോവ ഇലക്ഷൻ നടന്നു, മതേതരത്വ വോട്ടുകളെ ഭിന്നിപ്പിക്കാൻ അവർ BJPക്ക് അനുകൂലമായി ഒറ്റയ്ക്ക് നിന്നു. ഞാൻ ചോദിച്ചത്, നിങ്ങൾക്ക് കയ്യിൽ കിട്ടിയ ഒരു വടി, കയ്യിൽ കിട്ടിയ വടി അത് BJP പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഘട്ടത്തിൽ അതിനെ സമർത്ഥമായി നിങ്ങൾ ഉപയോഗിച്ചോ ഇല്ലയോ? അതായത് മോദി ഷാ കൂട്ടുകെട്ടിനെ അല്ല ഷഫീറെ, മോദി ഷാ കൂട്ടുകെട്ടിനെ എതിർക്കാൻ ആരുണ്ട് എന്ന ചോദ്യം വരുമ്പോൾ സ്വാഭാവികമായും എല്ലാവരും ഉപയോഗിക്കുന്നത് രാഹുലാണോ, പറയട്ടെ, രാഹുലാണോ എന്ന ചോദ്യം. പക്ഷേ ഇപ്പൊ രാഹുൽ അല്ല, രാഹുൽ ചിത്രത്തിലില്ല, രാഹുലിനെ വേണ്ട. അപ്പോ 1, 2, 3, 4 മുഖ്യമന്ത്രിമാർ വരുമ്പോൾ അവർ രാഷ്ട്രീയ പാർട്ടികൾ 4 മുഖ്യമന്ത്രിമാർ വരട്ടെ, 4 മുഖ്യമന്ത്രിമാർ ചേരുന്ന രാഷ്ട്രീയ പാർട്ടികൾ അല്ല. ഞാൻ പറയട്ടെ, TDP ഈ പറഞ്ഞ JDS ആയാലും TDP ആയാലും തൃണമൂൽ ആയാലും ശരി, CPM ആയാലും ശരി, അല്ലല്ല പറയട്ടെ ഷഫീർ, ചോദ്യം കഴിയട്ടെ. അപ്പോ ബാക്കിയുള്ള അടുത്ത ആളിലേക്ക് ഞാൻ പോകേണ്ടി ചോദ്യം കേൾക്കാതെ. അതായത് ഈ പറയുന്ന സമാജ്വാദി പാർട്ടി, ഈ പറയുന്ന SP അടക്കം, ഇപ്പോൾ ഇന്ന് JDU അടക്കം, NDAയുടെ ഘടകകക്ഷി ശിവസേന അടക്കം ഈ അവസരത്തിൽ നരേന്ദ്രമോദിക്കെതിരെ ഒരു ആയുധം വരുമ്പോൾ ആ സാഹചര്യത്തിൽ ഒത്തുചേരുന്നു. ചോദ്യം തീരട്ടെ, അപ്പോ കോൺഗ്രസ് എടുക്കേണ്ടിയിരുന്ന തന്ത്രപരമായ നിലപാടെന്താണ്? അപ്പോൾ കോൺഗ്രസ് ഇരട്ടത്താപ്പ് കൂട്ടാൻ കൊള്ളാത്ത ഒരു കക്ഷിയായി കോൺഗ്രസ് മാറി. അങ്ങനെയല്ല, ഞങ്ങളൊരു യാഥാർത്ഥ്യം പഠിച്ചു. എന്താണ് ശരി? ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സർവേ വന്നു. സർവേ എന്നറിയോ? കുടിവെള്ളക്ഷാമവും അന്തരീക്ഷ മലിനീകരണവും ജനങ്ങളുടെ സാധാരണക്കാരുടെ പ്രശ്നവും ഉയർത്തിക്കാട്ടി ആ കാര്യങ്ങളെ അഡ്രസ് ചെയ്തതിൽ AAPയുടെ കെജ്രിവാൾ പരാജയപ്പെട്ടെന്നും ആ സ്ഥാനത്തേക്ക് കോൺഗ്രസ് കടന്നു വരുന്നു എന്നുള്ള സർവേ റിപ്പോർട്ടുകൾ കഴിഞ്ഞ ഒരു മാസം മുമ്പ് പുറത്തു വന്നു. അന്ന് മുതൽ കെജ്രിവാൾ അസ്വസ്ഥനാണ്, BJPയും അസ്വസ്ഥരാണ്. എന്താണെന്നറിയോ?
നാളെ ഭരണവിരുദ്ധ വികാരത്തിന്റെ ഈ ഷഫീർ തന്നെയാണ് പറയുന്നത് ഞങ്ങൾ ഇട്ടാവട്ട പ്രാദേശിക നിലപാടല്ല സ്വീകരിക്കുന്നത്, ദേശീയ രാഷ്ട്രീയത്തിന്റെ നിലപാടാണ് സ്വീകരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ ദില്ലിയിലെ രാഷ്ട്രീയമല്ല നിങ്ങൾ കാണേണ്ടിയിരുന്നത്. നിങ്ങൾ കാണേണ്ടിയിരുന്നത് ദേശീയ തലത്തിലെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം നിങ്ങൾ ഇവിടെ കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് മൗഢ്യമായ നിലപാടാണ്. അല്ല, അങ്ങനെയല്ല. ഒരു മുഖ്യമന്ത്രി വന്നിട്ട് കഴിഞ്ഞ ദിവസം പറയാ, ഈ സമരത്തിന് കയറുന്നതിന് മുമ്പ്, സോഫയെ കയറുന്നതിന് മുമ്പ് പറയാ, പ്രധാനമന്ത്രി ഞങ്ങൾക്ക് ലഫ്റ്റനന്റ് ഗവർണറോട് പറയൂ, ഞങ്ങൾക്ക് പൂർണ്ണ അധികാരം തരാമെന്ന് പറയൂ. അങ്ങനെ പറഞ്ഞാൽ 2019 ഇലക്ഷനിൽ ഞാൻ BJPക്ക് വേണ്ടി പ്രചരണം നടത്താം. അങ്ങനെ ഒരു രാഷ്ട്രീയ വഞ്ചനയ്ക്ക് പുറപ്പെടാത്തക്ക രീതിയിൽ കെജ്രിവാൾ മാറുമോ? കെജ്രിവാളിന് RSS പാരമ്പര്യം അല്ലെങ്കിൽ RSSന്റെ ഹിഡൻ അജണ്ടയോടൊപ്പം പോയേക്കാം. ഇതൊക്കെയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ വാദങ്ങൾ. ദില്ലിയിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ്. അതിന്റെ അർത്ഥമുണ്ടോ? അതിനൊരർത്ഥവുമില്ല. ഇതെല്ലാം നമ്മൾ കണ്ടുവരികയാണ്. 20,000 ലിറ്റർ വെള്ളം ഫ്രീ ആയിട്ട് ഡൽഹി ജനതയ്ക്ക് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ വൈദ്യുതി കൊടുത്തിരിക്കുന്നു. അങ്ങനെ ജനഹിതമായ ഒരു സർക്കാർ തന്നെയാണ് ഡൽഹിയിൽ ഭരിക്കുന്നത്. ജനത ഇന്നലെ എത്രയോ മടങ്ങ് ആൾക്കാരാണ് ഇന്നലെ സമരത്തിന് PM-ന്റെ വസതിയിലേക്ക് എത്തിയിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകാം ജനങ്ങൾ ഹാലിളകിയത് ഈ പദ്ധതികൾ അല്ലെങ്കിൽ ജനകീയ നിലപാടുകൾ നയങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി കോൺഗ്രസും കളിക്കുന്നു, BJP ഗവർണറെ ഉപയോഗിച്ച് കളിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ നയങ്ങൾ അത് ജനങ്ങൾ സ്വീകരിക്കുന്നു എന്ന് കണ്ടതുകൊണ്ടാണോ ഈ ഹാലിളകിയത്? സർ, 4 മാസമായി ചീഫ് മിനിസ്റ്ററിനെ വെറും ഒരു നോക്കുകുത്തിയായി കാണുന്ന ഒരു എന്താണ് പറയാ, അത് ജനത വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ട് തന്നെ ഇരിക്കുന്നു. അവർക്ക് ഭരിക്കുവാൻ കൊടുക്കുന്നില്ല, അവർക്ക് യാതൊരു സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല. അങ്ങനെ വരികയാണെന്ന രീതിയിൽ എങ്ങനെ ഭരിക്കും? അപ്പൊ ജനകീയ സമരത്തിലേക്ക് സർക്കാരിന്റെ കീഴിലാണ് ഷീലാ ദീക്ഷിത് ഇതെല്ലാം ഭരിച്ചത്. ഷീലാ ദീക്ഷിതിന്റെ കാലവും ആ ഇരുണ്ട യുഗവും അല്ല. ശിവശങ്കറിലേക്ക് വരുമ്പോൾ ശ്രീ ശ്രീ പ്രകാശ് മാഷിലേക്ക് വരുമ്പോൾ ശ്രീ അജിത്ത്, ദില്ലിയിലെ സ്ഥിതി മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ അങ്ങേ കുറച്ചുകൂടി അറിയാം. ഈ ഷീലാ ദീക്ഷിതിന്റെ കാലഘട്ടവും അതിനുശേഷം ആം ആദ്മി വന്ന കാലഘട്ടവും ഈ 70-67 സീറ്റുകൾ നേടി അവിടെ വരണമെങ്കിലും ആദ്യഘട്ടത്തിനും അതിനുശേഷവും തുടർന്ന് വന്ന നയങ്ങളാണോ ഈ ഹാലിളക്കത്തിന് ഈ രണ്ട് പാർട്ടികളെയും പ്രേരിപ്പിക്കുന്നത്? എന്താണ് ആ വൈരുദ്ധ്യം, ആന്തരിക വൈരുദ്ധ്യം താങ്കൾ കാണുന്ന നിലപാടുകളിലെ? വ്യക്തമായിട്ട് പറഞ്ഞാൽ അത് ഷീലാ ദീക്ഷിതിന് ജനം മടുത്തു. യാതൊരുവിധ ജനകീയ പിന്തുണയും അവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് ജനം ആഗ്രഹിച്ച ഒരു വ്യത്യാസം കേജ്രിവാളിലേക്ക് ജനം കണ്ടത്. ജനത്തിന് കൊടുത്ത വാഗ്ദാനങ്ങളാണ് ഈ ഫ്രീ ആയിട്ട് വെള്ളം വൈദ്യുതി കൊടുക്കുക എന്നുള്ളത്. അത് നടപ്പിലാക്കാനുള്ള പുള്ളിയുടെ പരിശ്രമങ്ങൾ പകുതി വഴിയിൽ എത്തുമ്പോൾ തന്നെ കേന്ദ്ര സർക്കാരിനും കോൺഗ്രസിനുമൊക്കെ, കോൺഗ്രസ് ഇപ്പോൾ കാണുന്നതെന്ന് പറയുന്നത് വളരെ വൈരുദ്ധ്യമായിട്ടുള്ളൊരു നിലപാടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ BJPക്ക് എതിരായിട്ട് പ്രതിപക്ഷ ഐക്യനിര എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാക്കിയെടുത്തിട്ട് അടുത്ത വർഷം വരാൻ പോകുന്ന ഇലക്ഷനെ ഫേസ് ചെയ്യാമെന്ന് തീരുമാനിക്കുമ്പോൾ മുഖ്യമായി നിൽക്കേണ്ട കോൺഗ്രസ് ഇത്തരം ഫെഡറലിസത്തിനെ തുരങ്കം വയ്ക്കുന്ന നിലപാടുകൾ എടുക്കുന്നത് തുരങ്കം വയ്ക്കുമ്പോൾ BJPക്ക് എതിരെ നടക്കുന്ന ഒരു പ്രക്ഷോഭം, ജനാധിപത്യത്തിന് തുരങ്കം വയ്ക്കുന്ന, ഫെഡറലിസത്തിനെ തകർക്കുന്ന ഒരു പ്രക്ഷോഭത്തിന് മുഖ്യമന്ത്രിമാർ നേരിട്ടിറങ്ങുമ്പോൾ അതിന് കൂട്ടുനിൽക്കുക അല്ലെങ്കിൽ അതിനു വേണ്ടി നിൽക്കുന്നതിന് പകരം ഇപ്പോൾ കേരളത്തിൽ കോൺഗ്രസിനെ തോൽപ്പിച്ച് അധികാരത്തിൽ വന്ന CPM ആണ്, തൃണമൂല് കോൺഗ്രസ് ആണ് ബംഗാൾ ഭരിക്കുന്നത്, ഡൽഹിയിൽ ഷീലാ ദീക്ഷിതിനെ തോൽപ്പിച്ചിട്ടാണ് അരവിന്ദ് കെജ്രിവാൾ തുടങ്ങിയവരോടുള്ള വ്യക്തിവൈരാഗ്യം നിലനിർത്തുന്ന ഒരു ഒരിക്കലും ഇതൊരു പ്രതിപക്ഷ നില ഉണ്ടാക്കാൻ പറ്റില്ല. BJP വളർത്താനേ സഹായിക്കുള്ളൂ. ഇത് അടുത്ത 2019 വരുന്ന തെരഞ്ഞെടുപ്പിൽ BJPയെ സഹായിക്കാനേ കോൺഗ്രസിന്റെ നിലപാട് ലഫ്റ്റനന്റ് ഗവർണർ വിചാരിച്ചാൽ ഡൽഹിക്ക് ഈ പദവി കൊടുക്കാൻ പറ്റുമോ? ഇതാണോ നിങ്ങളെ മാറ്റുന്ന? പാർലമെന്റിൽ
അല്ലേ പറ്റുള്ളൂ. അല്ല, നിങ്ങളെ അപ്പൊ മാറ്റുന്ന ഘടകം പോകണമെങ്കിൽ ഇഷ്യൂ ബേസ്ഡ് അല്ല. ഞാൻ മാറ്റുന്ന ഘടകം ഞാൻ ഇവരുടെ പറഞ്ഞത് അല്ല, ഇവരുടെ it is the ആത്യന്തികമായി real root cause. അല്ല, ഇവരുടെ ഇവർ നിങ്ങളെ ഇഷ്യൂസ് കാണാൻ കാര്യത്തിലേക്ക് ഇഷ്യൂസ് അല്ല നിങ്ങളെ ഭയപ്പെടുത്തുന്നത്. ഇഷ്യൂസ് അല്ല. Issues ആണെങ്കിൽ ഹൈക്കോടതി എന്ന് പറയോ? ശിവശങ്കരൻ, ബി.ജെ.പി. നേതാവ് ശ്രീ ശിവശങ്കരൻ, ശിവശങ്കരൻ, അതായത് ഇതൊരു കേന്ദ്ര സർക്കാരിന്റെ ഒരു താക്കീതായി നിങ്ങൾ കാണുന്നുണ്ടോ? 4 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെന്നത് അവിടെ താങ്കൾക്ക് ഒരു പക്ഷേ പറയാം, ഇതാ മമതയ്ക്കൊപ്പം പിണറായി വിജയൻ കൈകോർത്തു, അല്ലെങ്കിൽ TDP ഇന്നയാൾക്കൊപ്പം കൈകോർത്തു. ഇതൊക്കെ പറയും. കൈകോർക്കൽ പോലും ഒരു ചൂണ്ടുപലകയാണ്. 2019 ചൂണ്ടുപലക. അതിനപ്പുറത്തേക്ക് ഈ ഹിന്ദി ഹൃദയഭൂമിയിലെ ഒട്ടുമിക്ക കക്ഷികളും എണ്ണം പറഞ്ഞെടുത്താൽ UP അടക്കം ഉള്ള ഓരോ സംസ്ഥാനങ്ങളിലെ കക്ഷികൾ പോലും കൂട്ടുചേർന്ന് ഒരു നിലപാട്, നിങ്ങൾക്കൊപ്പമുള്ള JDU ഇന്ന് മറുസ്വരം നടത്തുന്നു. ശിവസേന നിലപാടിലേക്ക് തുറന്നു പറഞ്ഞു വരുന്നു. നേരത്തെ ഒപ്പം ഉണ്ടായിരുന്ന TDP വിശ്വാസം അവിശ്വാസമൊക്കെ കാലം തെളിയിക്കേണ്ടതാണ്, ഇനിയുള്ള ഭാവി തെളിയിക്കേണ്ട. സമകാലിക രാഷ്ട്രീയത്തിൽ ഇതൊരു വെല്ലുവിളിയായി BJP കാണുന്നുണ്ടോ ശ്രീ ശിവശങ്കരൻ? ഞാൻ പ്രതീക്ഷ ആ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇവിടെ ഷബീറും മറ്റൊക്കെ പറഞ്ഞല്ലോ, ഈ കേജ്രിവാൾ എങ്ങനെയാ ഭരണത്തിൽ വന്ന് ഷീലാ ദീക്ഷിതിനെതിരെയുള്ള ശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരം, എന്നിട്ട് ഇപ്പൊ പറയുകയാണ് കേജ്രിവാൾ RSS നോമിനിയാണെന്ന്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഷീലാ ദീക്ഷിതിനെതിരെയുള്ള ഒരു കേസ് പോലും കേജ്രിവാൾ ശക്തമായി മുന്നോട്ട് പോകുന്നില്ല? അപ്പൊ ഇവര് തമ്മിലാണ് ഐക്യം, ഇവര് തമ്മിലുള്ള ഏക അഭിപ്രായ വ്യത്യാസം ഇന്ന് ആര് മുഖ്യമന്ത്രി ആവണം, ആര് കേന്ദ്രത്തിൽ പ്രധാനമന്ത്രി ആവണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് കേജ്രിവാളിനെ RSS നോമിനിയാക്കി പറഞ്ഞുകൊണ്ട് ചരിത്രത്തിൽ നിന്ന് മാറാൻ നോക്കണ്ട. ഇവർ ഒറ്റ കൈയായതുകൊണ്ടാണ് പല സംസ്ഥാനത്തും ഭരണത്തിൽ ഇവര് മോദിക്കെതിരെ എങ്ങനെ ശക്തമായി അങ്ങ് ഉത്തർപ്രദേശിൽ മത്സരിച്ചത്. ഇവരെല്ലാം ഒരൊറ്റ കൈയായിരുന്നു. അപ്പൊ ഇനിയിപ്പോ പ്രത്യേകിച്ച് 2019 ഒരുമിച്ച് നിന്നുകൊണ്ട് BJPക്ക് ഏറ്റവും ശക്തമായ ഒരു എതിരാളിയാവുമെന്നുള്ള ഭീഷണിയൊന്നും വേണ്ട. പക്ഷെ ഇവിടെ ആം ആദ്മി പാർട്ടി പ്രശ്നം അതൊന്നുമല്ല. സ്വന്തം പാർട്ടിയിലെ MLA എത്ര, ഇപ്പൊ അവസാനം കപിൽ മിശ്ര അടക്കം എന്തോരം പേരാണ് ഈ പാർട്ടിയിൽ നിന്നും പുറത്താക്കി വന്നത് ഈ കേജ്രിവാളിന്റെ ഏകാധിപത്യം കൊണ്ട്. അപ്പൊ ഈ CPM-ന് പറയാൻ പറ്റാത്ത കാര്യം, അവിടെ ആം ആദ്മി പാർട്ടി കുറെ നാളുകളായി ഭരണത്തിൽ അവർക്ക് ഒരു കാര്യമായ നേട്ടവും നേടിയെടുക്കാൻ പറ്റുന്നില്ല. അവർക്കറിയാമായിരുന്നില്ലേ ഡൽഹി ഭരണം കിട്ടുമ്പോൾ അവിടെ ലഫ്റ്റനന്റ് ഗവർണറാണ് ഏറ്റവും കൂടുതൽ ശക്തമായ സ്വാധീനമുള്ളത്, അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലാണെന്ന്. ഭരണഘടന പഠിക്കാണ്ടാണോ കേജ്രിവാൾ ഡൽഹിയിലെ മുഖ്യമന്ത്രിയായത്? അപ്പൊ മുഖ്യമന്ത്രി ആയപ്പോൾ കുറെ പക്ഷെ ഇന്ന് അത് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അദ്ദേഹത്തിന് ജനങ്ങളെ അത് കാരണം അതിനെതിരെ മാറ്റുവാൻ വേണ്ടി ഇവിടെ ഒരു പ്രത്യേക സമരം മുന്നോട്ട് വെച്ചുകൊണ്ട് എന്ന മാനം നൽകിക്കൊണ്ട് ആ രീതിയിലേക്ക് കണക്കിലെടുത്ത് അനുമതി നൽകാതെ പോകുമ്പോൾ ജനങ്ങളുടെ മുഖ്യമന്ത്രിക്ക് ഇതാണ് ഒരു ജനകീയ സമരത്തിലേക്ക് പോകേണ്ടി. ഒരുപക്ഷെ കോൺഗ്രസിന് കുറച്ചെങ്കിലും മനസ്സിലായി. CPM എല്ലാം അതിനെ വെറും രാഷ്ട്രീയമായി കണ്ടുകൊണ്ട് അതിനെ നേരിടാൻ നോക്കുകയാണ്. അത് BJPക്കോ BJP എടുത്ത നിലപാടിനെ ശരിവെച്ചുകൊണ്ട് എന്തായാലും കോൺഗ്രസ് രംഗത്ത് എന്തായാലും അത് അംഗീകരിക്കുന്നു. ശ്രീ പ്രകാശം മാസ്റ്റർ, ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ്, ഈ കൂടക്കൂട്ടം നിങ്ങളൊക്കെ പറയുമല്ലോ, അതായത് നിങ്ങളൊക്കെ പാർട്ടി സമ്മേളനം പാർട്ടി കോൺഗ്രസ് സമയത്തൊക്കെ ചർച്ച ചെയ്യപ്പെട്ട വിഷയം കോൺഗ്രസിനെ ഒപ്പം കൂട്ടണമോ അല്ലെങ്കിൽ കൂടണമോ, നാളെ ഇഷ്യൂ ബേസ്ഡ് പല വിഷയാധിഷ്ഠിതമായിട്ടുള്ള. നിങ്ങൾക്ക് ഒരു ഗവർണറുടെ വീട്ടിനകത്ത് അദ്ദേഹത്തിന്റെ ഓഫീസിനകത്ത് കയറി സോഫയ്ക്കകത്തുള്ള AC ഓൺ ചെയ്തുകൊണ്ട് സമരം നടത്താൻ നിങ്ങൾക്ക് ആരധികാരം തന്നു? ഇതാണോ സമരം? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിപ്പോൾ എല്ലാ കാര്യമായിട്ട് പറഞ്ഞല്ലോ വലിയ ജനാധിപത്യ ബോധം. ഞാൻ ചോദിക്കട്ടെ, സഖാവ് പിണറായി വിജയന്റെ ഭരണവൈകല്യത്തിനെതിരായി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വൈകല്യത്തിനെതിരായി ഏതെങ്കിലും BJPയുടെ MLA അല്ലെങ്കിൽ കോൺഗ്രസിന്റെ MLA പോയി സഖാവ് പിണറായിയുടെ ക്ലിഫ് ഹൗസിനകത്ത് അദ്ദേഹം കിടന്നുറങ്ങുന്ന വീട്ടിനകത്തോ സമരമാർഗത്തെയാണോ നിങ്ങൾ ആത്യന്തികമായി ഇവർ ഉന്നയിച്ചിരിക്കുന്ന വിഷയങ്ങൾ അല്ല, ഇവർ വിഷയങ്ങളെല്ലാം അംഗീകരിക്കുന്നുണ്ട്, വിഷയങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ നിങ്ങൾ? അതായത് ശ്രീ ഷബീർ, അതായത് നിങ്ങൾ ചീഫ് സെക്രട്ടറിയെ തല്ലുന്നു, അതായത് ഇവർ അവിടെ നിന്നും ഇറങ്ങി പുറത്തേക്ക് വന്നാൽ നിങ്ങൾ അംഗീകരിക്കുമോ സമരം? പ്രശ്നം അറിയോ, ഇയാളൊരു കൃത്യമായിട്ട് തന്നെ ഒരു RSS ഏജന്റാ. ഇയാളുടെ നിലപാടുകൾ നിങ്ങൾ എടുത്തു നോക്കൂ. 2012 മുതൽ ഞങ്ങൾ പറയുന്നതാണ്, ഇയാളും ഇയാളുടെ കൂടെ നിന്ന ബാബ രാംദേവും ഇയാളുടെ കൂടെ നിന്ന് ഇപ്പം BJPയുടെ ലഫ്റ്റനന്റ് ഗവർണർ ആയിരിക്കുന്ന കിരൺ ബേദിയും ഇയാളുടെ കൂടെ നിന്ന് സമരം നയിച്ച നമ്മുടെ അണ്ണാ ഹസാരെയും ഉൾപ്പെടെയുള്ളവർ RSSന്റെ കൊള്ളൂത്തുകാരും RSSന്റെ ഏജന്റും കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടി ഇടപെടുന്നവരുമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ അന്ന് ഞങ്ങളെ പുച്ഛിച്ചവരുണ്ട്. എന്നാൽ പഞ്ചാബിൽ ഇലക്ഷൻ നടന്നു, അവർ മതേതരത്വ വോട്ടുകളെ ഭിന്നിപ്പിക്കാൻ BJPയോടൊപ്പം നിന്നു. ഗോവ ഇലക്ഷൻ നടന്നു, മതേതരത്വ വോട്ടുകളെ ഭിന്നിപ്പിക്കാൻ
അവർ BJP-ക്ക് അനുകൂലമായി ഒറ്റയ്ക്ക് നിന്നു. ഒക്കെയും ചരിത്രങ്ങളിൽ ഞാൻ ചോദിച്ചത്, നിങ്ങൾക്ക് കയ്യിൽ കിട്ടിയ ഒരു വടി, കയ്യിൽ കിട്ടിയ വടി, അത് BJP പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഘട്ടത്തിൽ അതിനെ സമർത്ഥമായി നിങ്ങൾ ഉപയോഗിച്ചോ ഇല്ലയോ? അതായത് മോദി ഷാ കൂട്ടുകെട്ടിനെ, അല്ല ഷെഫീറെ, മോദി ഷാ കൂട്ടുകെട്ടിനെ എതിർക്കാൻ ആരുണ്ട് എന്ന ചോദ്യം വരുമ്പോൾ സ്വാഭാവികമായും എല്ലാവരും ഉപയോഗിക്കുന്നത് രാഹുലാണോ, പറയട്ടെ, രാഹുലാണോ എന്ന ചോദ്യം. പക്ഷേ ഇപ്പൊ രാഹുലല്ല, രാഹുൽ ചിത്രത്തിലില്ല, രാഹുലിനെ വേണ്ട. അപ്പോ 1, 2, 3, 4 മുഖ്യമന്ത്രിമാർ വരുമ്പോൾ അവർ രാഷ്ട്രീയ പാർട്ടികൾ, 4 മുഖ്യമന്ത്രിമാർ വരട്ടെ, 4 മുഖ്യമന്ത്രിമാർക്കൊപ്പം ചേരുന്ന രാഷ്ട്രീയ പാർട്ടികൾ അല്ല. ഞാൻ പറയട്ടെ, TDP ഈ പറഞ്ഞ JDS ആയാലും TDP ആയാലും തൃണമൂൽ ആയാലും ശരി, CPM ആയാലും ശരി, അല്ലല്ല പറയട്ടെ ഷെഫീർ, ചോദ്യം കഴിയട്ടെ. അപ്പോ ബാക്കിയുള്ള അടുത്ത ആളിലേക്ക് ഞാൻ പോകേണ്ടി ചോദ്യം കേൾക്കാതെ. അതായത് ഈ പറയുന്ന സമാജ്വാദി പാർട്ടി, ഈ പറയുന്ന SP അടക്കം, ഇപ്പോൾ ഇന്ന് JDU അടക്കം, NDയുടെ ഘടകകക്ഷി ശിവസേന അടക്കം ഈ അവസരത്തിൽ നരേന്ദ്രമോദിക്കെതിരെ ഒരു ആയുധം വരുമ്പോൾ ആ സാഹചര്യത്തിൽ ഒത്തുചേരുന്നു. ചോദ്യം തീരട്ടെ. അപ്പോ കോൺഗ്രസ് എടുക്കേണ്ടിയിരുന്ന തന്ത്രപരമായ നിലപാടെന്താണ്? അപ്പോൾ കോൺഗ്രസ് ഇരട്ടത്താപ്പ്, കൂട്ടാൻ കൊള്ളാത്ത ഒരു കക്ഷിയായി കോൺഗ്രസ് മാറി. അങ്ങനെയല്ല, ഞങ്ങളൊരു യാഥാർത്ഥ്യം പഠിച്ചു. എന്താണ് ശരി? ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സർവേ വന്നു. സർവേ എന്തറിയോ? കുടിവെള്ളക്ഷാമവും അന്തരീക്ഷ മലിനീകരണവും ജനങ്ങളുടെ സാധാരണക്കാരുടെ പ്രശ്നവും ഉയർത്തിക്കാട്ടി ആ കാര്യങ്ങളെ അഡ്രസ് ചെയ്തതിൽ AAPയുടെ കെജ്രിവാൾ പരാജയപ്പെട്ടെന്നും ആ സ്ഥാനത്തേക്ക് കോൺഗ്രസ് കടന്നു വരുന്നു എന്നുള്ള സർവേ റിപ്പോർട്ടുകൾ കഴിഞ്ഞ 1 മാസം മുമ്പ് പുറത്തു വന്നു. അന്ന് മുതൽ കെജ്രിവാൾ അസ്വസ്ഥനാണ്, BJPയും അസ്വസ്ഥരാണ്. എന്താണെന്നറിയോ? നാളെ ഭരണവിരുദ്ധ വികാരത്തിന്റെ ഷെഫീർ തന്നെയാണ് പറഞ്ഞത്, ഞങ്ങൾ ഇട്ടാവട്ട പ്രാദേശിക നിലപാടല്ല സ്വീകരിക്കുന്നത്, ദേശീയ രാഷ്ട്രീയ നിലപാടാണ് സ്വീകരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ ദില്ലിയിലെ രാഷ്ട്രീയമല്ല നിങ്ങൾ കാണേണ്ടിയിരുന്നത്. നിങ്ങൾ കാണേണ്ടിയിരുന്നത് ദേശീയ തലത്തിലെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം നിങ്ങൾ ഇവിടെ കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് മൗഢ്യമായ നിലപാടാണ്. അല്ല, അങ്ങനെയല്ല. ഒരു മുഖ്യമന്ത്രി വന്നിട്ട് കഴിഞ്ഞ ദിവസം പറയാ, ഈ സമരത്തിന് കയറുന്നതിന് മുമ്പ്, സോഫയെ കയറുന്നതിന് മുമ്പ് പറയാ, പ്രധാനമന്ത്രി ഞങ്ങൾക്ക് ലഫ്റ്റനന്റ് ഗവർണറോട് പറയൂ, ഞങ്ങൾക്ക് പൂർണ്ണ അധികാരം തരാമെന്ന് പറയൂ. അങ്ങനെ പറഞ്ഞാൽ 2019 ഇലക്ഷനിൽ ഞാൻ BJPക്ക് വേണ്ടി പ്രചരണം നടത്താം. അങ്ങനെ ഒരു രാഷ്ട്രീയ വഞ്ചനയ്ക്ക് പുറപ്പെടാത്തക്ക രീതിയിൽ കെജ്രിവാൾ മാറുമോ? കെജ്രിവാളിന് RSS പാരമ്പര്യം അല്ലെങ്കിൽ RSSന്റെ ഹിഡൻ അജണ്ടയോടൊപ്പം പോയേക്കാം. ഇതൊക്കെയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ വാദങ്ങൾ. ദില്ലിയിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ്. അതിന് അർത്ഥമുണ്ടോ? അതിനൊരു അർത്ഥവുമില്ല. ഇതെല്ലാം നമ്മൾ കണ്ടുവരികയാണ്. 20,000 ലിറ്റർ വെള്ളം ഫ്രീ ആയിട്ട് ഡൽഹി ജനതയ്ക്ക് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ വൈദ്യുതി കൊടുത്തിരിക്കുന്നു. അങ്ങനെ ജനഹിതമായ ഒരു സർക്കാർ തന്നെയാണ് ഡൽഹിയിൽ ഭരിക്കുന്നത്. ജനത ഇന്നലെ എത്രയോ മടങ്ങ് ആൾക്കാരാണ് ഇന്നലെ സമരത്തിന് PM-ന്റെ വസതിയിലേക്ക് എത്തിയിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകാം ജനങ്ങൾ ഹാലിളകിയത് ഈ പദ്ധതികൾ അല്ലെങ്കിൽ ജനകീയ നിലപാടുകൾ നയങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി കോൺഗ്രസും കളിക്കുന്നു, BJP ഗവർണറെ ഉപയോഗിച്ച് കളിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ നയങ്ങൾ അത് ജനങ്ങൾ സ്വീകരിക്കുന്നു എന്ന് കണ്ടതുകൊണ്ടാണോ ഈ ഹാലിളകിയത്? സർ, 4 മാസമായി ചീഫ് മിനിസ്റ്ററിനെ വെറും ഒരു നോക്കുകുത്തിയായി കാണുന്ന ഒരു എന്താണ് പറയാതെ ജനത വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ട് തന്നെ ഇരിക്കുന്നു. അവർക്ക് ഭരിക്കുവാൻ കൊടുക്കുന്നില്ല, അവർക്ക് യാതൊരു സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല. അങ്ങനെ വരികയാണെന്ന രീതിയിൽ എങ്ങനെ ഭരിക്കും? അപ്പൊ ജനകീയ സമരത്തിലേക്ക് സർക്കാരിന്റെ കീഴിലാണ് ഷീലാ ദീക്ഷിത് ഇതെല്ലാം ഭരിച്ചത്. ഷീലാ ദീക്ഷിതിന്റെ കാലവും ആ ഇരുണ്ട യുഗവും അല്ല. ശിവശങ്കറിലേക്ക് വരുമ്പോൾ ശ്രീ ശ്രീ പ്രകാശ് മാഷിലേക്ക് വരുമ്പോൾ ശ്രീ അജിത്ത്, ദില്ലിയിലെ സ്ഥിതി മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ അങ്ങേ കുറച്ചുകൂടി അറിയാം. ഈ ഷീലാ ദീക്ഷിതിന്റെ കാലഘട്ടവും അതിനുശേഷം ആം ആദ്മി വന്ന കാലഘട്ടവും ഈ 70-ൽ 67 സീറ്റുകൾ നേടി അവിടെ വരണമെങ്കിലും ആദ്യഘട്ടത്തിനും അതിനുശേഷവും തുടർന്ന് വന്ന നയങ്ങളാണോ ഈ ഹാലിളക്കത്തിന് ഈ 2 പാർട്ടികളെയും പ്രേരിപ്പിക്കുന്നത്? എന്താണ് ആ വൈരുദ്ധ്യം, ആന്തരിക വൈരുദ്ധ്യം താങ്കൾ കാണുന്ന നിലപാടുകളിലെ? വ്യക്തമായിട്ട് പറഞ്ഞാൽ അത് ഷീലാ ദീക്ഷിതിന് ജനം മടുത്തു. യാതൊരുവിധ ജനകീയ പിന്തുണയും അവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് ജനം ആഗ്രഹിച്ച ഒരു വ്യത്യാസം കേജ്രിവാളിലേക്ക് ജനം കണ്ടത്.
ജനത്തിന് കൊടുത്ത വാഗ്ദാനങ്ങളാണ് ഈ ഫ്രീ ആയിട്ട് വെള്ളം വൈദ്യുതി കൊടുക്കുമെന്നുള്ളത്. അത് നടപ്പിലാക്കാനുള്ള പുള്ളിയുടെ പരിശ്രമങ്ങൾ പകുതി വഴിയിൽ എത്തുമ്പോൾ തന്നെ കേന്ദ്ര സർക്കാരിനും കോൺഗ്രസിനുമൊക്കെ, കോൺഗ്രസ് ഇപ്പോൾ കാണുന്നതെന്ന് പറയുന്നത് വളരെ വൈരുദ്ധ്യമായിട്ടുള്ളൊരു നിലപാടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ BJPക്ക് എതിരായിട്ട് പ്രതിപക്ഷ ഐക്യനിര എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാക്കിയെടുത്തിട്ട് അടുത്ത വർഷം വരാൻ പോകുന്ന ഇലക്ഷനെ ഫേസ് ചെയ്യാമെന്ന് തീരുമാനിക്കുമ്പോൾ മുഖ്യമായി നിൽക്കേണ്ട കോൺഗ്രസ് ഇത്തരം ഫെഡറലിസത്തിനെ തുരങ്കം വയ്ക്കുന്ന നിലപാടുകൾ എടുക്കുന്നത് ആരുമില്ലാത്ത അവസ്ഥയാണ്. തുരങ്കം വയ്ക്കുന്നത് BJPക്ക് എതിരെ നടക്കുന്ന ഒരു പ്രക്ഷോഭം, ജനാധിപത്യത്തിന് തുരങ്കം വയ്ക്കുന്ന, ഫെഡറലിസത്തിനെ തകർക്കുന്ന ഒരു പ്രക്ഷോഭത്തിന് മുഖ്യമന്ത്രിമാർ നേരിട്ടിറങ്ങുമ്പോൾ അതിന് കൂട്ടുനിൽക്കുക അല്ലെങ്കിൽ അതിനു വേണ്ടി നിൽക്കുന്നതിന് പകരം ഇപ്പോൾ കേരളത്തിൽ കോൺഗ്രസിനെ തോൽപ്പിച്ച് അധികാരത്തിൽ വന്ന CPM ആണ്, തൃണമൂല് കോൺഗ്രസ് ആണ് ബംഗാൾ ഭരിക്കുന്നത്, ഡൽഹിയിൽ ഷീലാ ദീക്ഷിത്തിനെ തോൽപ്പിച്ചിട്ടാണ് അരവിന്ദ് കെജ്രിവാൾ തുടങ്ങിയവരോടുള്ള വ്യക്തിവൈരാഗ്യം നിലനിർത്തുന്ന ഒരു ഒരിക്കലും ഇതൊരു പ്രതിപക്ഷ നിര ഉണ്ടാക്കാൻ പറ്റില്ല. BJP വളർത്താനേ സഹായിക്കുള്ളൂ. ഇത് അടുത്ത 2019 വരുന്ന തെരഞ്ഞെടുപ്പിൽ BJPയെ സഹായിക്കാനേ കോൺഗ്രസിന്റെ നിലപാട് ലഫ്റ്റനന്റ് ഗവർണർ വിചാരിച്ചാൽ ഡൽഹിക്ക് ഈ പദവി കൊടുക്കാൻ പറ്റുമോ? ഇതാണോ നിങ്ങളെ മാറ്റുന്ന പാർലമെന്റിനല്ലേ പറ്റുള്ളൂ. അല്ല, നിങ്ങളെ മാറ്റുന്ന ഘടകം ഇഷ്യൂ ബേസ്ഡ് അല്ല. ഞാൻ മാറ്റുന്ന ഘടകം ഇവരുടെ ആത്യന്തികമായി ഇഷ്യൂസ് അല്ല നിങ്ങളെ ഭയപ്പെടുത്തുന്നത്. ഇഷ്യൂസ് അല്ല ശിവശങ്കരൻ, BJP നേതാവ് ശ്രീ ശിവശങ്കരൻ, അതായത് ഇതൊരു കേന്ദ്ര സർക്കാരിന്റെ ഒരു താക്കീതായി നിങ്ങൾ കാണുന്നുണ്ടോ? 4 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെന്നത് അവിടെ താങ്കൾക്ക് ഒരു പക്ഷേ പറയാം, ഇതാ മമതയ്ക്കൊപ്പം പിണറായി വിജയൻ കൈകോർത്തു, അല്ലെങ്കിൽ TDP ഇന്നയാൾക്കൊപ്പം കൈകോർത്തു. ഇതൊക്കെ പറയും. കൈകോർക്കൽ പോലും ഒരു ചൂണ്ടുപലകയാണ്, 2019 ചൂണ്ടുപലക. അതിനപ്പുറത്തേക്ക് ഈ ഹിന്ദി ഹൃദയഭൂമിയിലെ ഒട്ടുമിക്ക കക്ഷികളും എണ്ണം പറഞ്ഞെടുത്താൽ UP അടക്കം ഉള്ള ഓരോ സംസ്ഥാനങ്ങളിലെ കക്ഷികൾ പോലും കൂട്ടുചേർന്ന് ഒരു നിലപാട്, നിങ്ങൾക്കൊപ്പമുള്ള JDU ഇന്ന് മറുസ്വരം നടത്തുന്നു. ശിവസേന നിലപാടിലേക്ക് തുറന്നു പറഞ്ഞു വരുന്നു. നേരത്തെ ഒപ്പം ഉണ്ടായിരുന്ന TDP വിശ്വാസം അവിശ്വാസമൊക്കെ കാലം തെളിയിക്കേണ്ടതാണ്, ഇനിയുള്ള ഭാവി തെളിയിക്കേണ്ട. സമകാലിക രാഷ്ട്രീയത്തിൽ ഇതൊരു വെല്ലുവിളിയായി BJP കാണുന്നുണ്ടോ ശ്രീ ശിവശങ്കരൻ? ഞാൻ പ്രതീക്ഷ ആ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇവിടെ ഷബീറും മറ്റൊക്കെ പറഞ്ഞല്ലോ, ഈ കേജ്രിവാൾ എങ്ങനെയാണ് ഭരണത്തിൽ വന്ന് ഷീലാ ദീക്ഷിതിനെതിരെയുള്ള ശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരം, എന്നിട്ട് ഇപ്പൊ പറയുകയാണ് കേജ്രിവാൾ RSS നോമിനിയാണെന്ന്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഷീലാ ദീക്ഷിതിനെതിരെയുള്ള ഒരു കേസ് പോലും കേജ്രിവാൾ ശക്തമായി മുന്നോട്ട് പോകുന്നില്ല? അപ്പൊ ഇവര് തമ്മിലാണ് ഐക്യം, ഇവര് തമ്മിലുള്ള ഏക അഭിപ്രായ വ്യത്യാസം ഇന്ന് ആര് മുഖ്യമന്ത്രി ആവണം, ആര് കേന്ദ്രത്തിൽ പ്രധാനമന്ത്രി ആവണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് കേജ്രിവാളിനെ RSS നോമിനിയാക്കി പറഞ്ഞുകൊണ്ട് ചരിത്രത്തിൽ നിന്ന് മാറാൻ നോക്കണ്ട. ഇവർ ഒറ്റ കൈയായതുകൊണ്ടാണ് പല സംസ്ഥാനത്തും ഭരണത്തിൽ ഇവര് മോദിക്കെതിരെ എങ്ങനെ ശക്തമായി അങ്ങ് ഉത്തർപ്രദേശിൽ മത്സരിച്ചത്. ഇവരെല്ലാം ഒരൊറ്റ കൈയായിരുന്നു. അപ്പൊ ഇനിയിപ്പോ പ്രത്യേകിച്ച് 2019 ഒരുമിച്ച് നിന്നുകൊണ്ട് BJPക്ക് ഏറ്റവും ശക്തമായ ഒരു എതിരാളിയാവുമെന്നുള്ള ഭീഷണിയൊന്നും വേണ്ട. പക്ഷെ ഇവിടെ ആം ആദ്മി പാർട്ടി പ്രശ്നം അതൊന്നുമല്ല. സ്വന്തം പാർട്ടിയിലെ MLA എത്ര, ഇപ്പൊ അവസാനം കപിൽ മിശ്ര അടക്കം എന്തോരം പേരാണ് ഈ പാർട്ടിയിൽ നിന്നും പുറത്താക്കി വന്നത് ഈ കേജ്രിവാളിന്റെ ഏകാധിപത്യം കൊണ്ട്. അപ്പൊ ഈ CPMന് പറയാൻ പറ്റാത്ത കാര്യം, അവിടെ ആം ആദ്മി പാർട്ടി കുറെ നാളുകളായി ഭരണത്തിൽ അവർക്ക് ഒരു കാര്യമായ നേട്ടവും നേടിയെടുക്കാൻ പറ്റുന്നില്ല. അവർക്കറിയാമായിരുന്നില്ലേ ഡൽഹി ഭരണം കിട്ടുമ്പോൾ അവിടെ ലഫ്റ്റനന്റ് ഗവർണറാണ് ഏറ്റവും കൂടുതൽ ശക്തമായ സ്വാധീനമുള്ളത്, അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലാണെന്ന്. ഭരണഘടന പഠിക്കാണ്ടാണോ കേജ്രിവാൾ ഡൽഹിയിലെ മുഖ്യമന്ത്രിയായത്? അപ്പൊ മുഖ്യമന്ത്രിയായപ്പോൾ കുറെ പക്ഷെ ഇന്ന് അത് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അദ്ദേഹത്തിന് ജനങ്ങളെ അത് കാരണം അതിനെതിരെ മാറ്റുവാൻ വേണ്ടി ഇവിടെ ഒരു പ്രത്യേക സമരം മുന്നോട്ട് വെച്ചുകൊണ്ട് കേന്ദ്രത്തെ മാനം നൽകിക്കൊണ്ട് ആ രീതിയിലേക്ക് കണക്കിലെടുത്ത് അനുമതി നൽകാതെ പോകുമ്പോൾ ജനങ്ങളുടെ മുഖ്യമന്ത്രിക്ക് ഇതാണ് ഒരു ജനകീയ സമരത്തിലേക്ക് പോകേണ്ടില്ല. ഒരുപക്ഷെ കോൺഗ്രസിന് കുറച്ചെങ്കിലും മനസ്സിലായി, CPM എല്ലാം അതിനെ വെറും രാഷ്ട്രീയമായി കണ്ടുകൊണ്ട് അതിനെ നേരിടാൻ നോക്കുകയാണ്. അത് BJPക്കോ BJP എടുത്ത നിലപാടിനെ ശരിവെച്ചുകൊണ്ട് എന്തായാലും കോൺഗ്രസ് രംഗത്ത് എന്തായാലും അത് അംഗീകരിക്കുന്നു. ശ്രീ പ്രകാശം മാസ്റ്റർ, ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് ഈ കൂടക്കൂട്ടം നിങ്ങളൊക്കെ പറയുമല്ലോ, അതായത്
നിങ്ങളൊക്കെ ഈ പാർട്ടി സമ്മേളനം ഈ പാർട്ടി കോൺഗ്രസ് സമയത്തൊക്കെ ചർച്ച ചെയ്യപ്പെട്ട വിഷയം കോൺഗ്രസിനെ ഒപ്പം കൂട്ടണമോ അല്ലെങ്കിൽ കൂടണമോ, നാളെ ഇഷ്യൂ ബേസ്ഡ് പല വിഷയാധിഷ്ഠിതമായിട്ടുള്ള നിങ്ങളൊക്കെ കൈകോർക്കാം. ഈ വിശ്വാസമില്ലാത്ത അല്ലെങ്കിൽ വിശ്വാസവഞ്ചന കാട്ടുന്ന ആളുകളെയൊക്കെ ഒപ്പം ചേർത്ത് എന്ത് ചേരിയാണ് ശ്രീ പ്രകാശൻ മാസ്റ്റർ രൂപപ്പെടുക? അമിതാധികാര വാഴ്ചയും ജനാധിപത്യ വിരുദ്ധ സമീപനവും കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ കോൺഗ്രസിന്റെ പാരമ്പര്യം ഞങ്ങൾ വിസ്മരിക്കുന്നില്ല. ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ട് 75 ജൂൺ മാസം 26-ാം തീയതി ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പാർട്ടി കോൺഗ്രസ് ആണ്. അത് ഞങ്ങൾ വിസ്മരിക്കുന്നില്ല. ഇവിടെ യഥാർത്ഥ മൗലികമായ പ്രശ്നം കേന്ദ്ര ഗവൺമെന്റ് രാജ്യത്തിന്റെ ഫെഡറൽ തത്വങ്ങളെ പൂർണ്ണമായും ലംഘിച്ചുകൊണ്ട് ലഫ്റ്റനന്റ് ഗവർണർ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിക്കുന്നു എന്നുള്ളതാണ്. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റിനെ ഭരിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. അതിനോട് പ്രധാന പ്രതിപക്ഷ കക്ഷി എന്നുള്ള നിലക്ക് കോൺഗ്രസ് എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ള ചോദ്യത്തിനാണ് കോൺഗ്രസ് മറുപടി പറയേണ്ടത്. അല്ലാതെ അരവിന്ദ് കെജ്രിവാളിന്റെ ഗവൺമെന്റ് മെച്ചമാണോ, അതിനേക്കാൾ മെച്ചമായിരുന്നു ഷീലാ ദീക്ഷിതിന്റെ ഗവൺമെന്റ് എന്ന ചോദ്യത്തിനല്ല. ഇവിടെ ഭരിക്കുന്ന മുഖ്യമന്ത്രി അതുപോലെ മന്ത്രിസഭ എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിന് അവിടെ IAS ഉദ്യോഗസ്ഥന്മാർ സന്നദ്ധാവുന്നില്ല. അവർക്കെതിരെ ഒരു നടപടിയും എടുക്കാൻ ലഫ്റ്റനന്റ് ഗവർണറെ കേന്ദ്ര ഗവൺമെന്റ് അനുവദിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മൾ കണ്ടല്ലോ, ഇന്ത്യയിലുള്ള 4 മുഖ്യമന്ത്രിമാർ അവിടെ ലഫ്റ്റനന്റ് ഗവർണറെ കാണണം എന്ന് ആവശ്യപ്പെട്ടിട്ട് എന്തൊരു ധിക്കാരപരമായ നിലപാടാ ലഫ്റ്റനന്റ് ഗവർണർ സ്വീകരിക്കുന്നത്. അവരെ കാണാൻ കൂട്ടാക്കുന്നില്ല. ഇത് കോൺഗ്രസ് അംഗീകരിക്കുന്നുണ്ടോ? ഗവൺമെന്റിനെ സഹായിക്കാനാണല്ലോ ഗവർണർമാര്. ആ ഗവർണർ എടുക്കുന്ന ഈ പങ്കിനെ പ്രകാശൻ മാസ്റ്റർ അടിവരയിട്ട് പറയേണ്ടി വരുമോ ദേശീയ തലത്തിൽ ഉടലെടുക്കാൻ പോകുന്നത് കോൺഗ്രസ് ഇല്ലാത്ത ഒരു പ്രതിപക്ഷ ഐക്യനിര? അതായത് അതിലേക്കാണ് ഈ ദിശ അങ്ങനെയെങ്കിൽ പോകുന്നത്. കോൺഗ്രസിന്റെ വർഗപരമായ സ്വഭാവം വെച്ചുകൊണ്ട് BJPയുടെ അതേ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടി തന്നെയാണ് കോൺഗ്രസ്. ജനവിരുദ്ധ നയങ്ങളിൽ അവർ തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. ഒരേ തൂവൽ പക്ഷികളാണ്. എന്നാൽ രാജ്യത്ത് ജനാധിപത്യം ആക്രമിക്കാനും ഇല്ലാതാക്കാനും ശ്രമിക്കുന്ന പ്രവർത്തനങ്ങളിൽ കോൺഗ്രസ് യഥാർത്ഥത്തിൽ BJPക്കെതിരായ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട് എന്നാണ് എല്ലാ ജനാധിപത്യ വിശ്വാസികളും ആഗ്രഹിക്കുന്നത്. നിർഭാഗ്യവശാൽ അധികാര കസേര മാത്രം ലക്ഷ്യമാക്കി ഈ രാജ്യത്തിന്റെ വിശാലമായ താല്പര്യങ്ങളെ കാണുന്നതിന് കോൺഗ്രസിന് സാധിക്കുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും തീർച്ചയായും വലിയ വില നൽകേണ്ടി വരും. ശ്രീ ഷഫീർ, ഒരു ഇടവേളയ്ക്ക് ശേഷം ശ്രീ പ്രകാശ് മാസ്റ്റർ തുടരുക. ഒരു ഇടവേളയ്ക്ക് ശേഷം കോൺഗ്രസിന്റെ നിലപാട് സംബന്ധിച്ചുള്ള ചർച്ച ചർച്ചയിലേക്ക് വരുമ്പോൾ ശ്രീ അജിത് ലോറൻസ്, അതായത് കലം കൊണ്ട് ഉടയ്ക്കുക എന്നൊക്കെ പറയുന്നത് പോലെ കിട്ടിയ അവസരത്തെ എന്തെല്ലാം വിയോജിപ്പ് ഉണ്ടായാലും അതെല്ലാം മറന്ന് ഈ ഘട്ടത്തിൽ, കാരണം ഇവിടെ കോൺഗ്രസ് പറഞ്ഞു നിരത്താനുള്ളത് അന്ധമായ UPA വിരോധത്തിന്റെ അടിസ്ഥാനത്തിൽ UPA വിരുദ്ധ നിലപാടുകളുടെ UPA സ്വീകരിച്ച നയങ്ങളുടെ അഴിമതിക്കെതിരെ പോരാടി രൂപം കൊണ്ട ഒരു സംഘടനയാണ് ആം ആദ്മി പാർട്ടി. പക്ഷേ അതിപ്പോഴത്തെ സാഹചര്യത്തിൽ നരേന്ദ്രമോദി ഒരു തുലാസിൽ, ഇപ്പുറത്ത് ഇവർ പറയുന്ന ഈ വാദങ്ങൾ, ഇവർ പറയുന്നത് അവിടെ പ്രത്യേക സംസ്ഥാനം എന്നത് അതൊക്കെ ഒരു സാങ്കേതിക പ്രശ്നങ്ങൾ മാത്രമാണ്, പരിഹരിക്കപ്പെടാവുന്ന വിഷയങ്ങൾ. അല്ലെങ്കിൽ ആ നിലയ്ക്ക് ഉള്ള ചർച്ചകളിലേക്ക് പോയാൽ അതിനൊന്നും അർത്ഥതലങ്ങളില്ല, വലിയ രീതിയിൽ നൽകാനാകില്ല. ഇവർ പറയുന്ന, കോൺഗ്രസ് പറയുന്ന ഈ വാദങ്ങൾ നരേന്ദ്രമോദി ഒരു തുലാസിൽ വെച്ചുകൊണ്ട് അളക്കുകയാണെങ്കിൽ ഇതൊരു കപട നാടകമല്ലേ കോൺഗ്രസ് സ്വീകരിക്കുന്നത്? തീർച്ചയായിട്ടും പ്രതീക്ഷ, ഇതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതിന് തുടർച്ചയായിട്ട് തന്നെ പറയുന്നു, കോൺഗ്രസിനെ എവിടെയൊക്കെ പരാജയപ്പെടുത്തിയിട്ടുണ്ടോ ആ സംസ്ഥാനങ്ങളിലെല്ലാം വ്യക്തിവൈരാഗ്യം തീർക്കുന്ന ഒരു നിലപാടിലേക്ക്, അല്ലെങ്കിൽ അങ്ങനൊരു വിശാലമായ ഒരു കാഴ്ചപ്പാട് വരുന്ന ഇലക്ഷനിൽ 2019 വരുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലേക്ക് വിശാലമായ ഒരു ഐക്യം ഉണ്ടാക്കുക, മതേതര കക്ഷികളുടെ ഒരു സഖ്യം ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നതല്ലാതെ കോൺഗ്രസ് അതിനുവേണ്ടി യാതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളത് ഇപ്പോഴത്തെ ഡൽഹിയിലെ ഈ സംഭവത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നതിൽ നിന്നും വ്യക്തമാകുകയാണ്. ഇനി കോൺഗ്രസിന് എങ്ങനെയാണ് വിശാലമായ ഐക്യ സഖ്യം ഉണ്ടാക്കുക എന്നുള്ളത് കോൺഗ്രസ് തീരുമാനിച്ചാൽ നടക്കുന്ന കാര്യമാണോ? കാരണം എല്ലാ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരും അതിൻ്റെ ഫെഡറലിസവും അവരുടെ സ്വാതന്ത്ര്യവും ജനാധിപത്യവും അട്ടിമറിക്കപ്പെടുന്നു എന്ന് ഭയപ്പെട്ടിട്ട് അവിടെ ഇതിനെതിരെ പ്രതിഷേധം നടത്തുമ്പോൾ കോൺഗ്രസ് ഏറ്റവും വലിയ കക്ഷിയാണ്, ജനാധിപത്യ പാർട്ടിയാണെന്നൊക്കെ പറയുകയും അവകാശപ്പെടുകയും BJPക്കെതിരെ ഘോരം വാദിക്കാമെന്നും പറയുകയും
അടുത്ത പ്രധാനമന്ത്രിയാകാൻ തയ്യാറെടുക്കുകയും ചെയ്യുന്ന അദ്ദേഹം, രാഹുൽ ഗാന്ധിയെപ്പോലുള്ള ഒരാൾ, ഇപ്പോൾ കേന്ദ്രത്തിൽ രാജ്യതലസ്ഥാനത്തുണ്ടായിരിക്കുന്ന ഒരു ഭരണസ്തംഭനം, അതിന് വളരെ നിസ്സാരമായ കാരണങ്ങളാണുള്ളത്. ആ കാരണത്തിന്റെ ടെക്നിക്കാലിറ്റി പിടിച്ച് നിൽക്കുന്നതിന് പകരം ഈ ഐക്യത്തിന് കൂട്ടുനിൽക്കുക, ഇവരോട് ഒപ്പം നിന്ന് BJPക്കെതിരെ പ്രതിഷേധിക്കുക, അധികാരത്തിൽ വരിക, അടുത്ത ഇലക്ഷന് വേണ്ടി ജനങ്ങളെ ഒന്നിച്ചു നിർത്തുക എന്നുള്ളതല്ലേ വരേണ്ടത്. അതിന് യാതൊരു വിധത്തിലുള്ള ഒരു പരിശ്രമവും കോൺഗ്രസിൽ നിന്ന് വരുന്നില്ല. കോൺഗ്രസിന്റെ ഒരു നേതാവും അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നുമില്ല. ഇത് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് തെറ്റായ ഒരു സന്ദേശമാണ് കോൺഗ്രസ് കൊടുക്കുന്നത്. ഡൽഹിയിലെ സംഭവത്തിന് യാതൊരുവിധ പിന്തുണയും നൽകാതെ കോൺഗ്രസ് മാറി നിൽക്കുന്നത്, അത് അല്ലെങ്കിൽ അതിന് ന്യായീകരണം കൃത്യമായി പറയണം. അത് പറയുന്നില്ല. ഉത്തരവാദിത്തപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവും ഡൽഹിയിലെ സംഭവങ്ങളിൽ നിന്ന് എന്തുകൊണ്ട് താങ്കൾ വിട്ടുനിൽക്കുന്നു എന്നുള്ളത് പറയുന്നില്ല. ഇത് തെറ്റായ സന്ദേശമാണ് കൊടുക്കുന്നത്. ജനാധിപത്യം അപകടത്തിൽപ്പെട്ടപ്പോൾ കോൺഗ്രസിന്റെ നിലപാട് വ്യക്തമാക്കുന്നില്ല. കോൺഗ്രസ് BJPക്ക് വളം വെച്ചു കൊടുക്കുകയാണ്. കേന്ദ്രഭരണത്തിന് അനുകൂലമായ ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും അത് വ്യക്തിവൈരാഗ്യം തീർക്കുന്ന ഇതിന് വലിയ വില നൽകേണ്ടി വരും കോൺഗ്രസ്. തീർച്ചയായിട്ടും. ഇതൊരു പരീക്ഷണശാലയിൽ കിട്ടിയ ആദ്യഘട്ടത്തിലെ പരാജയം. കർണാടകയിൽ പോലും അങ്ങനെയെങ്കിൽ കർണാടകയിൽ കോൺഗ്രസിന്റെ ടാക്ടിക് അല്ല, പലരും വിമർശനം ഉന്നയിച്ചു. കാരണം അങ്ങ് ഉത്തരേന്ത്യയിൽ നടക്കമുള്ള കോളുകൾ ഈ പറയുന്ന മമതാ ബാനർജി, യെച്ചൂരി ഇടപെട്ടുണ്ട്. ഇതൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ബുദ്ധിപരമായ കേന്ദ്രങ്ങളിൽ നിന്നുള്ള വസ്തുതകളായിരുന്നു. ഇത്തരം തന്ത്രങ്ങൾ അന്ന് സ്വീകരിച്ചതെന്ന് നമുക്ക് അടിവരയിടേണ്ടി വരും. കർണാടകത്തിലെ ഒരു ചെറിയൊരു പ്രതീക്ഷ നൽകിയ ഒരു തീരുമാനമായിരുന്നു JDSന് അധികാരം വിട്ടുകൊടുത്തത്, മുഖ്യമന്ത്രി സ്ഥാനം വിട്ടുകൊടുത്തത്. പക്ഷേ അതിനെല്ലാം നള്ളിഫൈ ചെയ്തുകൊണ്ട് അതിനെല്ലാം ഘടകവിരുദ്ധമായ ശ്രീ ഷഫീർ, അതായത് മൂഢനാണ് എന്ന് സ്വയം ഇങ്ങനെ രാഹുൽ ഗാന്ധി ആ നിലയിലേക്ക് താഴരുത്. കാരണം രാജ്യം ഇതിന് കോൺഗ്രസിന് ആവശ്യമുണ്ട്. താങ്കൾ പറഞ്ഞ ആ വാക്കുകൾ തന്നെ കടമെടുക്കുകയാണ്. പ്രാദേശികമായ വാദമല്ല, ഞങ്ങൾ ചിന്തിക്കുന്നത് ദേശീയ തലത്തിലാണെങ്കിൽ ഇതിൽ ടാക്ടിക്, ഇതിൽ ബുദ്ധി എന്താണ്, ഇതിൽ തന്ത്രജ്ഞത, നയതന്ത്രം അല്ലെങ്കിൽ ആ തന്ത്രമുണ്ടല്ലോ, ആ സ്ട്രാറ്റജി, ആ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഇവിടെ സ്വീകരിച്ചിട്ടുണ്ടോ, പ്രകടിപ്പിച്ചിട്ടുണ്ടോ കോൺഗ്രസ്? ഞാൻ പറയുമ്പോൾ ഇടപെടരുത്. കാരണം ഞാൻ നിങ്ങൾക്കെതിരെ പറയുമ്പോൾ നിങ്ങൾ ഇടപെടരുത്. ഒരു കാര്യം, ഇവിടെ ഈ അടുത്ത കാലത്ത് ഈ ബഹുമാന സീതാറാം യെച്ചൂരി പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിൽ ഒരു പ്രമേയം അവതരിപ്പിച്ചു. എന്താണെന്നറിയോ? BJPയെ പരാജയപ്പെടുത്താൻ മുഴുവൻ മതേതര ജനാധിപത്യ ശക്തികളുടെയും ഒരു ധാരണയുണ്ടാക്കാം. സഖ്യമെന്നല്ല, ധാരണ വേണം, അത് കോൺഗ്രസുമായിട്ടും വേണം എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഇപ്പൊ സംസാരിച്ച പ്രകാശൻ മാസ്റ്ററുടെ നേതാവ് ശ്രീ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ, സഖാവ് കോടിയേരി ഉൾപ്പെടെയുള്ളവർ, ഇവിടെ നിന്ന് പോയ മുഴുവൻ CPM നേതാക്കന്മാരും അവിടെ എടുത്ത ടാക്ടിക്സ് എന്താണെന്നറിയോ? ഒരു ബന്ധവും പാടില്ല, ഒരു തരത്തിലുള്ള സഖ്യവും വേണ്ട, ധാരണയും വേണ്ട, കോൺഗ്രസുമായിട്ടൊരു ബന്ധമില്ല. അവർ പറഞ്ഞ ന്യായം എന്താ? കോൺഗ്രസ് എന്ന് പറയുന്ന സമയമായി തൊട്ടുകൂടായ്മ ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അതിന്റെ രാഷ്ട്രീയം ചകഞ്ഞവർക്ക് കിട്ടിയ മറുപടി എന്താണെന്നറിയോ? ഇവിടെ CPM കോൺഗ്രസുമായിട്ട് ചേർന്ന് സഖ്യമുണ്ടാക്കിയാൽ BJP വളർന്നു പോകും, അല്ലെങ്കിൽ BJP ഇത് രണ്ടും കൂടെ ഒന്നാണെന്ന് വരുത്തി തീർക്കും എന്നുള്ളത് കൊണ്ടാണ് അവർ എതിർത്തതാണ് പറഞ്ഞത്. അപ്പോ കേരളത്തിൽ കോൺഗ്രസുമായി ചേരുന്നത് അല്ലെങ്കിൽ ഇന്ത്യയിൽ കോൺഗ്രസുമായി ധാരണയോടുകൂടി മുന്നോട്ട് പോകുന്നത് വിശാലടിസ്ഥാനത്തിൽ കേരളത്തിൽ ദോഷം ചെയ്യുമെന്ന് കണ്ടപ്പോ രാഷ്ട്രീയമായി പിണറായി വിജയനും രാഷ്ട്രീയമായി CPM നേതൃത്വത്തിനും കോൺഗ്രസുമായിട്ട് ധാരണ പോലും പാടില്ല. വോട്ടിനിട്ട് ചർച്ച ചെയ്ത് തള്ളൽ ബദൽ വോട്ട് അങ്ങനെ മുന്നോട്ട് പോകാം. ഞങ്ങൾക്ക് അവിടെ കുടിവെള്ള പ്രശ്നത്തിന്റെയും പ്രകൃതിയുടെ വിഷയത്തിന്റെയും മലിനീകരണ പ്രശ്നത്തിന്റെയും പവറിന്റെ പ്രശ്നത്തിന്റെയും ഒക്കെയായി ജനങ്ങൾ ഇളകി പറയുകയും ആരാണ് മോദി എന്ന വ്യക്തിയെ, മോദി നിങ്ങൾക്ക് അവിടുത്തെ കേവല രാഷ്ട്രീയമല്ല, നിങ്ങളുടെ പ്രതിയോഗി ആരാണ്? നിങ്ങളുടെ പ്രതിയോഗി കെജ്രിവാളോ മോദിയോ? ഇപ്പൊ പറയണം. ഈ ടീമിൽ നിങ്ങളുടെ മോദി, നിങ്ങളുടെ പ്രതിയോഗി, നിങ്ങളുടെ രാഷ്ട്രീയ എതിരാളി കെജ്രിവാളോ മോദിയോ? നിങ്ങളുടെ രാഷ്ട്രീയ എതിരാളി കെജ്രിവാൾ തന്നെയാ. അങ്ങനെയെങ്കിൽ 2019 നിങ്ങൾ ഈ ഓരോ സംസ്ഥാനത്തിലെ എതിരാളികൾക്കൊപ്പം അവർക്കെതിരെ നീങ്ങും. സീറ്റിന്റെ കുറവ് കോൺഗ്രസിന്റെ മുന്നണിക്ക് ഉണ്ടാവുകയും 2 സീറ്റ് നിങ്ങൾ എഴുതി വെച്ചോ, ഈ AAP RSSനോടൊപ്പമായിരിക്കും. ഈ AAP ഞങ്ങൾക്ക് അധികാരം കിട്ടാൻ അല്ലെങ്കിൽ ഞങ്ങൾക്ക് 2019 നിങ്ങൾ റീജിയണൽ സ്ട്രാറ്റജി ഇത് ഈ നിലയ്ക്കാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ശ്രീ ശിവശങ്കറിലേക്ക് ശ്രീ ശിവശങ്കർ, അതായത് എന്തായാലും ഇക്കാര്യത്തിൽ 8ാം നാൾ പിന്നിട്ടിരിക്കുന്നു. നിങ്ങളൊരു എന്തെങ്കിലും ഒരു നിലപാട് പാർലമെന്റിൽ ചർച്ച ചെയ്യിക്കാം, അതായത് ഈ വിഷയത്തിൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന പ്രതീക്ഷ
വെച്ചു പുലർത്തേണ്ടതുണ്ടോ, അതോ ഇതിങ്ങനെ അങ്ങ് പൊയ്ക്കോളും, പാതി വഴിക്ക് സമരം നിർത്തി അവർ പൊയ്ക്കോളും എന്നതാണോ ചിന്ത? ഒരു റോളും ഞാൻ മറ്റെൻ്റെ ചോദ്യം ദയവായി അങ്ങ് ഡയറക്റ്റ് ഉത്തരം പറഞ്ഞാൽ, ഒരു റോളും വഹിക്കാൻ കേന്ദ്രത്തിന് മുന്നിൽ അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ ഇടപെടേണ്ട ഒരു സാഹചര്യവും ഇല്ലെന്നാണോ അങ്ങ് പറയുന്നത്? ചർച്ച തന്നെ എനിക്ക് തോന്നുന്നത് ഒരല്പം വഴിവിട്ടാ പോകുന്നത്. നമ്മൾ സിറ്റുവേഷനിലേക്ക് പോകണം. ഈ കേരളത്തിൽ ഇവിടെ നിന്നുകൊണ്ട് പ്രകാശം മാസ്റ്റർ പറഞ്ഞതുപോലെ അവർ ഒരു കേരളത്തിലോ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്നോ നിന്നുകൊണ്ട് മുഴുവൻ കേന്ദ്രത്തിനെയും അല്ലെങ്കിൽ കോൺഗ്രസിനെയും സഹായിക്കാനും അവരെ മുഴുവൻ സ്ട്രാറ്റജി പഠിക്കാനും ശ്രമിക്കുന്നത് പോലെ ദൂരക്കാഴ്ചയല്ല ഡൽഹിയുടെ ഭാഗത്ത് വേണ്ടത്. അവിടെ ഡൽഹിയിൽ അവിടുത്തെ രാഷ്ട്രീയം അറിയുന്ന ആളുകൾക്കറിയാം, അവിടെ ആം ആദ്മി പാർട്ടി ഇന്ന് നെഗറ്റീവ് ഇമ്പാക്റ്റിലാണ്. അവരുടെ റോള് വളരെ പുറകോട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടുത്തെ കപിൽ മിശ്ര അടക്കമുള്ള അവരുടെ റിബൽ MLA-മാർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ BJP-യുടെയോ കോൺഗ്രസിന്റെയോ MLA-മാരോ നേതാക്കളോ പറയുന്ന കാര്യമല്ല. അവരുടെ സ്വന്തം അണികളിൽപ്പെട്ട ആളുകൾ 50 കോടിയാണ് കേജ്രിവാളിന്റെ ബ്രദർ ഇൻ ലോ കൈക്കൂലി വാങ്ങിച്ചതും തട്ടിപ്പ് കാണിച്ചത് സ്ഥലം കാണിച്ചത് അവിടെ അഴിമതി കുറ്റം നേരുന്നത്. അത് കേജ്രിവാളിന് മറച്ചു പിടിക്കണം. അവിടെ CNG തട്ടിപ്പ്, കാനഡയിൽ നിന്നും കൊണ്ടുവന്ന CNG അത് അവിടുത്തെ ചൈനയിലാണെന്നും അത് ഉണ്ടാക്കിയത് അവിടുത്തെ കഴിഞ്ഞ 2 വർഷം മുമ്പ് നെഗറ്റീവ് ലിസ്റ്റിലുണ്ടായിരുന്ന കമ്പനിയാണ് അത് ഡൽഹി തന്നെ നിർമ്മിച്ചതെന്നും അടക്കമുള്ള 10,000 CNG അവിടെ നിർമ്മിച്ച് കിറ്റ് കൊടുത്തതിന്റെ തട്ടിപ്പ് കേസ് അത് കോടതിയിലേക്ക് പോകുന്നു. ഇങ്ങനെ ഒരു ആന്റി കറപ്ഷൻ മൂവ്മെന്റ് ആയിട്ട് വന്ന കേജ്രിവാൾ ഇന്ന് അവിടെ ശക്തമായ ജനങ്ങളുടെ പ്രതിഷേധം ഫേസ് ചെയ്യുന്നു. കേജ്രിവാൾ വിജയിച്ചത് തന്നെ അവിടെ കോൺഗ്രസിന്റെ ഷീലാ ദീക്ഷിത്തിനെതിരെയുള്ള ശക്തമായ ഒരു ആന്റി ബോഡി, അവിടെ ഒരു കറപ്ഷനെതിരെയുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്. ഞാൻ പറഞ്ഞു വരുന്നത് അവിടെ കേജ്രിവാളിന് ഭരിക്കുവാനുള്ള യഥാർത്ഥ ജനാധിപത്യപരമായ അല്ലെങ്കിൽ ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു. അതിനെതിരെ കാണിക്കുന്ന ധർണയല്ല, വെറും ഡ്രാമയാണിത്. അത് BJP-ക്കും അറിയാം, മോദിക്കും അറിയാം. കുറച്ച് ദിവസം കൂടി ഈ ഡ്രാമ നടത്തും, ഈ ധർണ നടത്തും. അത് കഴിഞ്ഞാൽ ഈ CPM-നും അവിടുത്തെ ബാക്കിയുള്ള സപ്പോർട്ടേഴ്സിനും മനസ്സിലാവും സത്യാവസ്ഥ. ജനങ്ങൾക്ക് കാര്യം മനസ്സിലായി. കുറച്ച് അണികൾ കൂടി കുറച്ച് ദിവസം കൂടി അവരുടെ കൂടെ നിൽക്കും. സത്യാവസ്ഥ മനസ്സിലാക്കിയ ഡൽഹിയിലെ സാധാരണ ജനങ്ങൾ കേജ്രിവാളിനെതിരെ അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടിയുടെ ചിഹ്നമായി ചൂലുമായി വന്ന അദ്ദേഹത്തിനെ അസംബ്ലിയിൽ നിന്ന് തന്നെ അടിച്ചിറക്കുവാൻ പോകുന്ന അടുത്ത സമരമാണ് ഡൽഹി ഫേസ് ചെയ്യാൻ പോകുന്നത്. അതിന് BJP മുന്നിൽ നിന്ന് നേതൃത്വം കൊടുക്കും. എനിക്ക് തോന്നുന്നത് കോൺഗ്രസിലെയും വലിയ വിഭാഗം ആളുകൾ അത് തന്നെയാണ് തയ്യാറെടുക്കുന്നത്. ഇവിടെ സത്യത്തിൽ കേജ്രിവാളിനെ അവിടുത്തെ ഡൽഹിയിലെ ഭരണത്തെ മനസ്സിലാക്കാതെ വെറും സമരതന്ത്രം, ഞാൻ അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞത് ഒരു അർബൻ നക്സലൈറ്റ് സ്വഭാവം അത് ഭരണകൂടത്തിന് നല്ലതല്ല. അത് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് പ്രകാശം മാസ്റ്റർ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നത്. അത് ഒരു ഭരണത്തിന് നല്ലതല്ല. അത് ജനങ്ങൾക്ക് മനസ്സിലായി, അവിടുത്തെ IAS-കാർക്ക് മനസ്സിലായി, അവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾക്ക് മനസ്സിലായി, നല്ലവരായ കോൺഗ്രസ്സുകാർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ശക്തമായ തീരുമാനം ഡൽഹി ഗവൺമെന്റിനെതിരെ സാധാരണ ജനങ്ങൾ എടുക്കും. അതിൽ ഭയമുള്ളത് കൊണ്ടാണ് കേജ്രിവാൾ ഇത്തരത്തിലുള്ള ഡ്രാമയായിട്ട് മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ശ്രീമതി സൂസൻ, അതായത് എന്തുകൊണ്ടാണ് ഈ നാടകീയ പരിവേഷം, അഴിമതിയുടെ മുഖം, ഇതൊക്കെ ഈ രണ്ടുപേരും, ഇപ്പം കോൺഗ്രസും ഉണ്ട് BJP-യും ഉണ്ട്, രണ്ടുപേരും ചേർന്ന് നിങ്ങൾക്ക് ശിവശങ്കരൻ എന്തോ പറഞ്ഞു, എന്തെങ്കിലും ചോദിച്ചുവോ? കോൺഗ്രസ് ഞാൻ അക്കമിട്ട് പറഞ്ഞ അഴിമതി ആരോപണങ്ങൾ ഇത് അസംബ്ലിയിൽ വന്നതാണ്. അതിനും കൂടെ ഉത്തരം പറയട്ടെ ആം ആദ്മി പാർട്ടിയുടെ നേതാവ്. 4 മന്ത്രിമാർക്ക് സൂസൻ പറയട്ടെ, മറുപടി ധാരാളം സമയമുണ്ട്. ആണെന്നൊരിക്കലും BJP ആണെന്നൊരിക്കലും അവര് പറയുന്നത് ഡ്രാമയാണ്. ഇതൊരു വലിയ ജനങ്ങൾ നമ്മോട് കൂടി നിൽക്കുക എന്ന് പറയുന്നത് അത് ഡ്രാമയ. അതെങ്ങനെ തന്നെ നിങ്ങൾ അതിനെ അഭിസംബോധന ചെയ്യുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്നലെ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അവിടെ ജനങ്ങൾ കൂടിയിരിക്കുന്നത്. പോലീസ് അതെങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും? അതാണ് ഞങ്ങൾ വീണ്ടും ചിന്തിക്കേണ്ട ഒരു കാര്യം. അത് തന്നെയാണ് എങ്ങനെയാണ് ജനങ്ങളെ ഭയപ്പെടുത്തുകയാണോ, ആൾക്കൂട്ടത്തെ കാണിച്ച് ഭയപ്പെടുത്തുന്നു. ഞങ്ങൾ ഇനി റെഫറൻഡത്തിന് വേണ്ടിയിട്ട് ഇറങ്ങും. റെഫറൻഡത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി 10 ലക്ഷം ആൾക്കാരുടെ റെഫറൻഡം എടുത്തിട്ട് ബ്രെക്സിറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ. ബ്രെക്സിറ്റ് എന്നുള്ള കാര്യം 50% റെഫറൻഡത്തിൽ ഞങ്ങൾ ഇറങ്ങും. 2 ദിവസത്തിനകം ഞങ്ങൾക്ക് നിർദ്ദേശങ്ങൾ വരാൻ പോവുകയാണ്. റെഫറൻഡത്തിൽ ഇറങ്ങി ഞങ്ങൾ സ്റ്റേറ്റ്ഹുഡ് പിടിച്ചിരിക്കും. ഇതാണ് ഞങ്ങളുടെ ശരി. നിങ്ങൾ എത്ര വേണമെങ്കിലും പറഞ്ഞു, എന്ത് വേണമെങ്കിലും പറഞ്ഞു, ഡ്രാമയാണെന്നും
നാടകമാണെന്നോ എന്ത് വേണമെന്നതിലും പറഞ്ഞു. ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ അഴിമതി ആരോപണത്തെ കുറിച്ച് ജനങ്ങൾക്ക് വേണ്ടിയാണ് അഴിമതി ആരോപണത്തിൽ വസ്തുതകളുണ്ടോ? അഴിമതി ആരോപണം അഴിമതി എല്ലാ MLA-യുടെ മേളിലും കേസസ് ഉണ്ട്. ആ കേസസ് എല്ലാം തന്നെ ഹൈക്കോർട്ട് വളരെ ക്ലിയർ ആയിട്ട് തന്നെ അതെല്ലാം മാറ്റി കൊടുത്തിരിക്കുകയാണ്. അത് എല്ലാ ഏത് കേസും രാജിവെച്ചതോ ഭാരതി ഉൾപ്പെടെയുള്ളവർ അരവിന്ദ് കേജ്രിവാളിന്റെ ബ്രദറിലോനെതിരെ 50 കോടി കേസ്. അങ്ങനെ അതെല്ലാം കോർട്ട് കിടക്കുകയല്ലേ, എല്ലാം കോർട്ട് കിടക്കുകയാണ്. എല്ലാ തട്ടിപ്പ് സമയങ്ങള് കോർട്ട് സമയാസമയത്തിന് കോർട്ട് അതിന്റെ സൊല്യൂഷൻ തന്നെ വരികയാണ്. ഒരു കേസിൽ മാത്രമാണ് അവരുടെ മന്ത്രിക്കെതിരായിട്ട് പറഞ്ഞ പരാമർശ അഴിമതി ആരോപണത്തിൽ മുന്നോട്ട് പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹി ഹൈക്കോടതി സ്റ്റേ കൊടുത്ത് ഒറ്റ കേസാ. ഏതായാലും എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എല്ലാവരും അഴിമതി മുക്കി നിൽക്കുക. ഏതായാലും എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എല്ലാ തരത്തിലും നമ്മളെ ഉപദ്രവിക്കാനായിട്ടുള്ള എല്ലാ തന്ത്രങ്ങളും മന്ത്രങ്ങളും BJP കേന്ദ്രത്തിൽ ആരോപിക്കുന്നത് BJP-യുടെ കോൺഗ്രസിന്റെ റഫറൻഡം അതാണോ നിങ്ങളുടെ റഫറൻഡത്തിന് തന്നെ പോകും. അതായത് ജനങ്ങൾ നിങ്ങൾക്കൊപ്പം ഉണ്ടെന്നുള്ള വിശ്വാസം അത് മാത്രം മതിയോ? അതെ, അത് 2019 ലോക്സഭയിൽ തെളിയുമല്ലോ. നിങ്ങളുടെ കൂടെ ജനം ഉണ്ടോ ഇല്ലെന്നുള്ളത്. അത് മതി. അത് ഞങ്ങളുടെ അവിടെ ഞങ്ങൾ സ്റ്റേറ്റ്ഹുഡ് നേടും. നമ്മുടെ ശ്രീ പ്രകാശം മാസ്റ്റർ ടെലിഫോൺ ലൈനിലുണ്ടല്ലോ. ഇവിടെ ഞാൻ പറയുന്നത് യഥാർത്ഥമായി ഇന്നത്തെ ചർച്ച കേജ്രിവാൾ ഗവൺമെന്റ് മികച്ച ഗവൺമെന്റ് ആണോ, ആ ഗവൺമെന്റ് അഴിമതി കാണിക്കുന്നുണ്ടോ, അവരെക്കാൾ മികച്ചത് കോൺഗ്രസിന്റെ ഗവൺമെന്റ് ആണോ എന്നുള്ളതല്ല. ഇവിടെ മൗലികമായ പ്രശ്നം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റിനെ പ്രവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്രത്തിന് ഇടപെട്ട് ലഫ്റ്റനന്റ് ഗവർണർ എന്ന് പറയുന്ന ഭരണഘടനാ സ്ഥാപനത്തെ ഉപയോഗിക്കാൻ അധികാരമുണ്ടോ? ഇതാണല്ലോ വിഷയം. 4 മാസക്കാലമായി ആ സമിതി കിടക്കുന്നതിന്റെ ഉത്തരവാദിത്തം കേന്ദ്ര ഗവൺമെന്റിനുണ്ട്. ആ ഉത്തരവാദിത്വം ഒരുപക്ഷെ അതിനോട് പുച്ഛിച്ച് തള്ളുകയാണ്, മുഖം തിരിഞ്ഞു നിൽക്കുകയാണ്. വെല്ലുവിളിച്ച് പ്രകാശം മാസ്റ്റർ വെല്ലുവിളിയോടുകൂടി നിൽക്കുകയാണ്. അവിടെ എന്ത് സ്വീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇവിടെ കഴിഞ്ഞ 4 വർഷക്കാലമായിട്ട് കേന്ദ്രം ഭരിക്കുന്ന BJP-യുടെ ഗവൺമെന്റ് നമ്മുടെ രാജ്യത്തുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെ നോക്കുകൂത്തിയാക്കി മാറ്റുകയാണ്. അവർ ഈ സ്ഥാപനങ്ങളെ കേന്ദ്ര സർക്കാരിനായാലും അരവിന്ദ് കേജ്രിവാളിനായാലും പ്രകാശ് മാഷായാലും അറിയാം, അവിടെ ഒരു ഭരണഘടന പൂർണ്ണ അധികാരം കൊടുത്തിരിക്കുന്നത്. ശിവശങ്കർ അത് മറയാക്കി അതിന്റെ പിന്നിലുള്ള ജനാധിപത്യ ധ്വംസനം അത് അനുവദിക്കാൻ കഴിയുമോ? ജനാധിപത്യ ധ്വംസനം, അതായത് തോന്നിയതുപോലെ IAS ഓഫീസർമാർ അവിടെ തോന്നിയത്, അത് അവിടെ കേന്ദ്രത്തിന്റെ ചട്ടവുമായി പ്രവർത്തിക്കുന്ന LG അത് ശരിയാണോ? ശ്രീ പ്രകാശം മാസ്റ്റർ കേൾക്കാമെങ്കിൽ, അതായത് ഇവിടെ ശിവശങ്കരൻ പറയുന്നത് ഇപ്പോഴും ശിവശങ്കരനും കോൺഗ്രസും, അതായത് BJP-യും കോൺഗ്രസും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അവിടുത്തെ പ്രത്യേക പദവി അതിന്റെ പൂർണ്ണ അധികാരം LG-ക്കാണ്, ലഫ്റ്റനന്റ് ഗവർണറാണ്. അതൊരു ഉപാധിയാണോ? കാരണം എന്തും അതിന്റെ പേരിൽ ചെയ്യാമെന്നാണോ ശ്രീ പ്രകാശം മാസ്റ്റർ? ഇവിടെ ഡൽഹിക്ക് സ്വതന്ത്രമായ സംസ്ഥാന പദവി നൽകണം എന്നുള്ള ആവശ്യം സാർവത്രികമായി ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അത് നൽകുന്ന കാര്യത്തിൽ എന്താ BJP-യുടെ അതുപോലെ കോൺഗ്രസിന്റെ നിലപാട്? യഥാർത്ഥത്തിൽ ലഫ്റ്റനന്റ് ഗവർണർ എന്ന് പറയുന്ന പദവി പൂർണ്ണ സംസ്ഥാനമല്ലാത്ത ഡൽഹിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഭരണം കൈകാര്യം ചെയ്യുന്നതിനുള്ള അദ്ദേഹത്തിന്റെ പങ്ക് പ്രധാനപ്പെട്ടതാണ്. അവിടെ ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഭരണസ്തംഭനം ഉണ്ടാക്കുക എന്നതാണല്ലോ ലഫ്റ്റനന്റ് ഗവർണർ ചെയ്യുന്നത്. അതിനെ പൂർണ്ണമായും സഹായിക്കുകയും അതിനാവശ്യമായ നടപടികൾ നീക്കുകയുമാണല്ലോ മോഡി ഗവൺമെന്റ് ചെയ്യുന്നത്. അപ്പൊ മോഡി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സംസ്ഥാനത്തിനകത്ത് ഭരണസ്തംഭനം ഉണ്ടാക്കുകയാണ്, തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിനെ പ്രവർത്തിക്കാൻ അനുവദിക്കാതിരിക്കലാണ്, അതിനുവേണ്ടി ഭരണഘടനാ സ്ഥാപനങ്ങളെ ഉപയോഗിക്കലാണ്. ആ അന്യായമായിട്ടുള്ള കാര്യത്തോട് എന്താണ് കോൺഗ്രസിന്റെ നിലപാട് എന്നല്ലേ പറയേണ്ടത്? നിർഭാഗ്യവശാൽ ആ നിലപാടിനെ അനുകൂലിക്കുന്നു കോൺഗ്രസ്. ആ നിലപാടിന് അനുകൂലമായിട്ട് കേജ്രിവാളിന്റെ ഗവൺമെന്റ് വിമർശിക്കാൻ വേണ്ടിയാണ് കോൺഗ്രസ് മുന്നോട്ടേക്ക് വരുന്നത്. എന്ന് പറഞ്ഞാൽ BJP-യുടെ അമിതാധികാര പ്രവണതകളെ, ജനാധിപത്യ നിഷേധത്തെ, അതുപോലെ പാർലമെന്ററി വ്യവസ്ഥക്കെതിരായിട്ടുള്ള നീക്കങ്ങളെ പരിപൂർണമായിട്ടും രാഷ്ട്രീയ ദുസ്തലാക്കി വെച്ചുകൊണ്ട് അതിനെ അനുകൂലിക്കുന്ന ഒരു നിലപാട്, അതിനെ സഹായിക്കുന്ന ഒരു നിലപാട് അതാ കോൺഗ്രസ് സ്വീകരിക്കുന്നത്. ഇത് രാജ്യത്തിന്റെ ജനാധിപത്യത്തിന് അപകടകരമാണ്. ഇത് രാജ്യത്തിന്റെ ഐക്യത്തിന് അപകടകരമാണ്. ഇത് രാജ്യത്തിന്റെ ഫെഡറലിസത്തെ പരിപൂർണമായും തകർക്കുന്ന ഒന്നാണ്. ആ നിലക്ക് ഡൽഹി പ്രശ്നം ഡൽഹി സ്റ്റേറ്റിന്റെ മാത്രം ഒരു വിഷയമല്ല, രാജ്യത്തിന്റെ ഫെഡറലിസത്തിന്റെ വിഷയമാണ്, രാജ്യത്തിലെ ജനാധിപത്യ പ്രക്രിയയുടെ വിഷയമാണ്. അധികാരം ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തിലെ ജനാധിപത്യം, ഫെഡറലിസം ഇവയെല്ലാം തകർക്കാൻ ശ്രമിക്കുന്ന BJP-യുടെ ഈ നീക്കങ്ങൾക്കെതിരായിട്ട് രാജ്യത്തെമ്പാടുമുള്ള ജനാധിപത്യവാദികൾ ഉയർന്നു വരേണ്ടതുണ്ട്. ഇതാണ്
CPIM ഈ സമരത്തിൽ പങ്കെടുക്കുമ്പോൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CPM-ന്റെ അഖിലേന്ത്യാ സെക്രട്ടറി സീതാറാം യെച്ചൂരി വളരെ വ്യക്തമായ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇത് രാജ്യത്തിലെ ഫെഡറലിസത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള തീർച്ചയായും മടങ്ങിയെത്താം ഒരു ഇടവേളയ്ക്ക്. അതായത് ശ്രീ ഷഫീർ, അതായത് ഫെഡറലിസത്തെ BJP മോദി അട്ടിമറിക്കുമ്പോൾ അതിന് കോൺഗ്രസിന്റെ പിന്തുണ, അതാണ് അടിവരയിടേണ്ടത്. അവസാനമായ ചർച്ചയിലേക്ക് വരുമ്പോൾ ശ്രീ അജിത് ലോറൻസ്, അതായത് കോടതി പറഞ്ഞൊരു കാര്യത്തിൽ കൂടി പോയി കഴിഞ്ഞാൽ, കാരണം കോടതി അവിടെ പറഞ്ഞിരിക്കുന്നത് അതായത് ഏതെങ്കിലും ഒരു വീട്ടിലേക്കോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഓഫീസിലോ വീട്ടിലേക്കോ കയറി ചെന്ന് സമരം ചെയ്യാൻ എന്ത് അധികാരമെന്നാണ് കേജ്രിവാളിനോട് ചോദിച്ചിരിക്കുന്നത്. അവിടെ ആ കോടതി വിധി അല്ലെങ്കിൽ കോടതിയുടെ ആ പരാമർശം പോലും നമുക്കൊരു ജനാധിപത്യ യുക്തിബോധത്തിന് വിടേണ്ടതായ ഒരു സാഹചര്യമുണ്ടോ? കാരണം ആ വിധിയിൽ പോലും അല്ലെങ്കിൽ ആ പരാമർശത്തിൽ പോലും പ്രതീക്ഷ അതിനകത്ത് വ്യക്തമായി പറയേണ്ടത്, കാരണം അവിടെ ഒരു പിടിവള്ളി കാണുന്നത് ഈ അർത്ഥത്തിലാണ്. അല്ല, അങ്ങനെ അതൊരു സ്വകാര്യ വ്യക്തിയുടെ വീട്ടിലല്ലല്ലോ പോയത്. ഇത് ഭരണഘടനാ സ്ഥാപനമായിട്ട് അതിനകത്ത് ഇരിക്കുന്ന ഔദ്യോഗിക വസതിയാണ്. അപ്പോൾ അത് പ്രതിഷേധം നടത്താൻ അവിടെ പോകാമല്ലോ. അവിടെ അങ്ങനെ പോയത് തന്നെയാണ്. അത് ഒരു വ്യക്തിയുടെ വീട്ടിൽ അതിക്രമിച്ച് കിടക്കുന്ന രീതിയിൽ ലാഘവത്തിൽ ഇതിനെ കാണേണ്ടതല്ല. ഇത് എത്രയും പ്രയാസമുള്ള ഒരു സാഹചര്യം മുഖ്യമന്ത്രിയോട് അഭിമുഖീകരിക്കുമ്പോൾ അദ്ദേഹത്തിന് അത് പ്രതിഷേധിക്കാൻ അവിടെ ചെല്ലേണ്ട ഒരു സാഹചര്യമുണ്ട്. അത് ഒരു വ്യക്തിയുടെ വീട്ടിൽ കയറി ചെല്ലുന്ന ഒരു രീതിയിലല്ല, അത് അദ്ദേഹത്തിൻ്റെ ഓഫീസ് തന്നെയാണ്. ലഫ്റ്റനന്റ് ഗവർണറുടെ വീടും ഓഫീസും ഒക്കെ തന്നെ ആ പരിധിയിൽ വരുന്നതാണ്. അവിടെ പ്രതിഷേധം നടത്താം എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനകത്ത് ഹൈക്കോടതി അത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, പക്ഷേ ആ രീതിയിലേക്ക് സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോൾ അത് സെറ്റ് അസൈഡ് ചെയ്യുമെന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതിനെ ഈ രീതിയിൽ കാണാൻ പറ്റില്ല. ഒരു വ്യക്തിയുടെ വീട്ടിൽ പോയി സമരം ചെയ്യുന്ന രീതിയിൽ ലാഘവത്തോടുകൂടി അരവിന്ദ് കെജ്രിവാളിന്റെ പ്രതിഷേധത്തെ കാണാൻ പറ്റില്ല. എന്തായാലും ഇതിൽ ശ്രീ ശിവശങ്കരൻ BJP നേതാവ് പറഞ്ഞതുപോലെ ഇതിന് ഞങ്ങൾ ചെവി കൊടുക്കേണ്ടതില്ല എന്നൊരർത്ഥം കൂടിയുണ്ട്. ഇത് അങ്ങ് തീർന്നോളും ആ രീതിക്ക്. അങ്ങനെയാണെങ്കിൽ അതൊരു അപകടമുണ്ടല്ലോ ശ്രീ അജിത്ത്. അങ്ങനെ അപകടം, അങ്ങനെ ഒരു രീതിയിൽ ഇത് ഡൽഹി മാത്രമല്ല, ഇപ്പോൾ ഇന്ത്യയെ ആകമാനം ബാധിച്ചിരിക്കുന്ന ഒരു പ്രശ്നമായിട്ട് ഇത് കണ്ടു കഴിഞ്ഞു. എല്ലാ മുഖ്യമന്ത്രിമാരും അലർട്ടായി കഴിഞ്ഞു. ജനാധിപത്യത്തെ തന്നെ ചോദ്യം ചെയ്യുന്നതല്ലേ, ഫെഡറലിസത്തിൽ തന്നെ തുരങ്കം വയ്ക്കുന്നതല്ലേ. അപ്പോൾ അത് കേജ്രിവാളിന്റെ മാത്രം പ്രശ്നമല്ല, ആ വ്യാപ്തി വർദ്ധിച്ചിട്ടുണ്ട്. ഇതിപ്പം അരവിന്ദ് കെജ്രിവാൾ വിളിച്ചിട്ട് പോയതല്ല കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ ബംഗാളിൽ നിന്നുള്ള മുഖ്യമന്ത്രിയൊക്കെ. ഇത് എല്ലാ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള എല്ലാവരെയും പ്രതിനിധീകരിക്കുന്ന എല്ലാ മുഖ്യമന്ത്രിമാരുമാണ് അണിനിരന്നിരിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ കേന്ദ്രത്തിന് ഇതൊരു ഇൻഡിക്കേറ്ററാണ്. അത്തരത്തിൽ ലഫ്റ്റനന്റ് ഗവർണറിന് അങ്ങനെ ഒരു പിന്തുണ കേന്ദ്രം കൊടുക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ യഥാർത്ഥ അർത്ഥം. കേന്ദ്രം അതിന് വ്യക്തമായ നിലപാട് പറയണമല്ലെങ്കിൽ കോൺഗ്രസ് എടുത്തിരിക്കുന്ന നിലപാട് തന്നെ തെറ്റായ നിലപാടാണ്. ഇതിന് പ്രതികരിക്കുന്നില്ല. കോൺഗ്രസ് കേജ്രിവാളിനെതിരെയുള്ളൊരു പ്രശ്നമായിട്ട് ഇതിനെ കണ്ടുകൊണ്ട് മാറി നിൽക്കുന്നതും ഏറ്റവും വലിയ അപകടമാണ്. അടുത്ത ഇലക്ഷന് ഇത് പ്രതിപക്ഷ നിരയെ ഉണ്ടാക്കുന്നതിന് കോൺഗ്രസിന് പ്രയാസം ഉണ്ടാക്കും എന്നുള്ളത് തന്നെയാണ് ഇതിനെ കാണേണ്ടത്. ശ്രീ ശിവശങ്കരൻ, എന്തായാലും വരും ദിവസങ്ങളിൽ ഞാൻ ആ ചോദിച്ച ചോദ്യം ഈ ഒന്ന് താങ്കൾ പറഞ്ഞതുപോലെ അഴിമതി ഉണ്ടെങ്കിൽ അതിന്റെ മറുപടി പറയാം. പക്ഷെ അതൊക്കെ കേവലമായൊരു നിലപാടിലേക്ക് മാത്രമല്ലേ നമുക്ക് കാണാൻ കഴിയും. അതിനപ്പുറത്തേക്ക് അധികാരമാണ് നിങ്ങൾ വീണ്ടും വീണ്ടും പറയുന്ന അവിടെ ഒരു ഇതുണ്ട്. അവിടെ ആ രൂപീകരിച്ച ഘട്ടത്തിലുള്ള അധികാരം, ആ അധികാരത്തിനപ്പുറത്തേക്കുള്ള വാതിലുകൾ തുറക്കുന്നില്ലേ ഒരു പോംവഴിക്ക്? ഇപ്പോൾ എത്രയോ സംസ്ഥാനത്തിൽ ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ അവിടെയൊക്കെ തന്നെ ഇടപെട്ട് കേന്ദ്രം അതിൻ്റെ ഒരു ബാധ്യത, അതിൻ്റെ ഉത്തരവാദിത്വം പൂർത്തീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ എന്താണ്? അപ്പോൾ നീതി ആയോഗ് യോഗങ്ങൾ പോലും വരുമ്പോൾ ഹസ്തദാനം നൽകാൻ പോലും കെജ്രിവാളിന് കഴിയാത്ത രീതിയിലേക്ക് മുഖ്യമന്ത്രി എന്ന യാതൊരു പരിഗണനയും നരേന്ദ്രമോദി നൽകുന്നില്ല എന്നൊരു അഭിപ്രായമുണ്ട്. അപ്പോൾ ഇതൊക്കെ ശരിവയ്ക്കുന്നു, വ്യക്തമായ വൈരുദ്ധ്യനാഥന ബുദ്ധിയോടുകൂടി ഇടപെടുന്നു എന്ന തോന്നലിലേക്ക് ആ ഒരു തോന്നൽ നൽകുന്നുണ്ടെങ്കിൽ അത് ജനാധിപത്യത്തിന്റെ അപകടകരമായ അവസ്ഥ മറ്റ് സംസ്ഥാനങ്ങളിലടക്കം ഒരു ചേരി രൂപപ്പെടുന്നു. രാഷ്ട്രീയമായി കൂടി BJPക്ക് ഒരു ഓർമ്മപ്പെടുത്തലല്ലേ അത്? അവസാനമായി എനിക്ക് തോന്നുന്നില്ല ഇത് ഈ പ്രകാശം മാസ്റ്ററൊക്കെ പറയുന്ന പോലെ ഇത് ഫെഡറലിസത്തിനെതിരെയുള്ള വലിയ കടന്നാക്രമണം, ജനാധിപത്യത്തിനെതിരെയുള്ള കടന്നാക്രമണം ഇതൊന്നുമല്ല. അവിടെ ആം ആദ്മി പാർട്ടിക്ക് കാലിൻ്റെ അടിയിലുള്ള മണ്ണ് ഒലിച്ചു പോയിരിക്കുന്നു. അതിനെതിരെ കാണിക്കുന്ന ഡ്രാമയാണ് ഒന്ന്. രണ്ട്, ഈ മുഖ്യമന്ത്രിമാരെല്ലാം അവിടെ പോയത് നീതി ആയോഗിൻ്റെ മീറ്റിങ്ങിന് പോയപ്പോൾ ഒരു ഫോട്ടോ സെഷൻ നടത്തിയതൊഴിച്ച് ഇത് വലിയ പ്രതിപക്ഷ ഐക്യത്തിൻ്റെ മഹത്തായ ഒരു ഒന്നാംകിട സമരമൊന്നുമല്ല. ഇത് രണ്ടാമത്തെ കാര്യം. മൂന്ന്, ഈ കേജ്രിവാളിനെ
എനിക്ക് തോന്നുന്നില്ല CPM ഓ കോൺഗ്രസോ പോലും ഒരു പ്രധാന സഖ്യകക്ഷിയായി യോജിക്കുമെന്ന്. കാരണം നിരന്തരമായി മാപ്പ് പറയുന്ന ഒരു പാർട്ടിയാണ് തെറ്റുപറ്റി എന്നുള്ളത്. അരുൺ ജെയ്റ്റ്ലിക്കും നിതിൻ ഗഡ്കരിക്കുമെതിരെ മാത്രമല്ല, കപിൽ സിബലിന്റെ മകനെതിരെയുള്ള മാപ്പ് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അകാലിദളിന്റെ നിതിനുള്ള മാപ്പ് പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെ നിരന്തരം ആം ആദ്മി പാർട്ടിയല്ല മാപ്പ് ആദ്മി പാർട്ടിയായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുന്നു. ഇവരെ ആരും വലിയ സീരിയസ് ആയിട്ട് കാണുന്നില്ല. ഒരു പിക്ചർ, ഒരു പ്രതിപക്ഷ നിരയിൽ ഒരു സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം കാണിക്കുന്ന ഒരു അവസാനത്തെ ഡ്രാമ, ഇതോടുകൂടി ഇത് കഴിയും. ജനങ്ങൾ അദ്ദേഹത്തെ കൈവിട്ട് കഴിയും എന്നുള്ളത് തന്നെയാണ് ഡൽഹിയിലെ നിങ്ങൾ കൂടി എന്തായാലും BJP-ക്കൊപ്പം ഉണ്ട്. അതാണ് എന്തായാലും ജനാധിപത്യ ധ്വംസനം ഇല്ല എന്നുള്ളതിന് ഉദാഹരണമാണ് ഇന്ന് ഡൽഹി ഹൈക്കോടതി തന്നെ പറഞ്ഞു. ഡൽഹി ഹൈക്കോടതിക്ക് പോലും പാർലമെന്റ് നിയമമൂലം കൊണ്ടുവന്ന ഒരു സ്റ്റേറ്റ് പ്രദേശത്തിന്റെ അധികാരങ്ങളാണ്, അല്ലെങ്കിൽ ഒരു ഡൽഹി സ്റ്റേറ്റിന്റെ ഒരു ബില്ല് തന്നെ കൊണ്ടുവന്നതാണ്. അത് പരിഹരിക്കാൻ ഇതൊക്കെ നിങ്ങളും ഉയർത്തിയാണ് ജനവിധി സമയത്ത് പ്രത്യേക അധികാരം നൽകും നിങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഷഫീറെ, അന്ന് ഞങ്ങൾ ഭരണത്തിൽ വരട്ടെ, പാർലമെന്റ് ചർച്ച ചെയ്തിട്ട് പാർലമെന്റിനല്ലേ ഇത് അമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. പാർലമെന്റ് ചേരണ്ടേ? പാർലമെന്റിനല്ലേ അമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഈ BJP ഗവൺമെന്റിന് കിട്ടില്ല. ഞങ്ങൾ വരട്ടെ, ഞങ്ങൾ വരുമ്പോൾ ഞങ്ങളെ പിന്തുണയ്ക്കും. ശരി, എന്തായാലും 9, 10, 11 ദിനങ്ങളൊക്കെ കടക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോഴും ദില്ലി ജനാധിപത്യം വളരെ മേഘാവൃതമായ സാഹചര്യത്തിൽ തന്നെ തുടരുന്നു. പെയ്തു തീരാൻ യാതൊരു സാധ്യതയുമില്ല. നരേന്ദ്രമോദി എന്ത് മറുപടി നൽകും, കേന്ദ്രം എന്ത് നിലപാട് സ്വീകരിക്കും, ഇതൊക്കെയാണ് ചോദ്യങ്ങളായി അവശേഷിക്കുന്നത്. ന്യൂസ് ആൻഡ് വ്യൂസിൽ പങ്കെടുത്ത എല്ലാവർക്കും